നമ്മൾ കുടുംബമായി ചിന്തിച്ചു വന്നുകൊണ്ടിരിക്കുന്ന വേദഭാഗത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. ഗലാത്യ ലേഖനം 5-ാം അധ്യായത്തിന്റെ 20-ാം വാക്യം. അതിനകത്ത് 20-ാം വാക്യത്തിന്റെ ലാസ്റ്റ് പോയിന്റാണ് ഭിന്നത എന്നുള്ളത്. ബുധപക്ഷം ഭിന്നത. കഴിഞ്ഞ ആഴ്ചയിൽ ദൈവത്തിന്റെ ആത്മാവ് പക്ഷം എന്നുള്ള വിഷയത്തെ കുറിച്ച് സംസാരിക്കുവാനിടയായി തീർന്നു. ഇന്ന് വൈകിയ സമയം നാം ചിന്തിക്കുന്നത് ഭിന്നത എന്നുള്ളതാണ്. സ്പിരിറ്റിന്റെ ആക്ടിവിറ്റീസ് എന്തൊക്കെയാണ് എന്നുള്ളതാണ്. ഈ സ്പിരിറ്റ് 2 തരത്തിൽ ആളുകളെ ഭിന്നിപ്പിച്ചു നിർത്തുവാൻ ഇടയാകുന്ന ഒരു സ്പിരിറ്റാണ്. ഒരു വിഷയത്തെ കേന്ദ്രീകരിച്ച് ചിന്തിച്ചാൽ അതിനെ 2 പക്ഷം തിരിക്കുന്ന ഒരു സ്പിരിറ്റാണ്. പലപ്പോഴും ഇത് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ, നമ്മുടെ കുടുംബ ജീവിതത്തിലും നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലൊക്കെയും ഈ സ്പിരിറ്റ് ആക്ടിവേറ്റ് ആകുന്നുണ്ട്. പലപ്പോഴെങ്കിലും നമ്മൾ ഇതിനെ നമ്മുടെ ഒരു സ്വഭാവമായി കണ്ട് അതിനെ മൈൻഡ് ചെയ്യാതെ വിടുകയാണ് പതിവ്. എന്നാൽ ഇന്ന് പകൽക്കാലം ഈ സ്പിരിറ്റ് ആണ് മണിപ്പൂരിലും അതിന്റെ പ്രവൃത്തികൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ ഈ സ്പിരിറ്റ് വളരെ മൈന്യൂട്ടായിട്ടുള്ള ആക്ടിവിറ്റീസ് ചെയ്യും. അപ്പോൾ അതിന്റെ ശക്തിയെ നമ്മൾ തിരിച്ചറിയുന്നില്ല. ഇന്ന് നമ്മൾക്ക് വേദനയായി മണിപ്പൂർ ഉയർന്നു കഴിഞ്ഞപ്പോൾ ഈ ഭിന്നതയുടെ സ്പിരിറ്റിന്റെ ആക്ടിവിറ്റിയുടെ ആ മൂർച്ഛന്യ അവസ്ഥയിൽ മണിപ്പൂർ ഭാരപ്പെടുമ്പോൾ, കഷ്ടപ്പെടുമ്പോൾ, വേദന അനുഭവിക്കുമ്പോൾ നമുക്കത് വേദനയായി മാറും. ഇത് ചെറിയ തുടക്കത്തെ നാം മൈൻഡ് ചെയ്യാതിരുന്നപ്പോൾ വലിയ ഒരു ആഴത്തിലേക്ക് അത് വന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് വേദനയാണ്. ഇന്ന് പകൽക്കാലം സമൂഹത്തിൽ സ്പർദ്ധ വളർത്തുന്ന, സമൂഹത്തെ വ്രണപ്പെടുത്തുന്ന ഒരു സ്പിരിറ്റാണ് സ്പ്ലിറ്റിംഗ് സ്പിരിറ്റ്. പൊതുവെ മതങ്ങൾക്കിടയിലാണ് ഈ സ്പിരിറ്റ് കൂടുതലും ആക്ടിവേറ്റ് ചെയ്യപ്പെടുന്നത്. ഇത് മണിപ്പൂരിൽ കാണുന്നത് ക്രിസ്ത്യാനികൾക്കെതിരെയുള്ള യുദ്ധമാണ്. ഇതിനകത്ത് ഒരു സ്പിരിറ്റ് ഇല്ലാതെ പിശാചിനെ ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഒരു സ്പർദ്ധ വളർത്തണം, അല്ലെങ്കിൽ ഒരു വ്രണപ്പെടുത്തുന്ന അവസ്ഥയിലേക്ക് സമൂഹത്തെ കൂട്ടിക്കൊണ്ടു വന്നു കഴിഞ്ഞാൽ മാത്രമാണ് പിശാചിന്റെ ഉദ്ദേശം നടക്കത്തുള്ളൂ. അതുകൊണ്ട് പിശാച് ഉപയോഗിക്കുന്ന ഒരു സ്പിരിറ്റാണ് ഭിന്നതയുടെ സ്പിരിറ്റ്. ഹല്ലേലൂയ. ഈ സ്പിരിറ്റിൽ വേറെ ഒരു സ്പിരിറ്റിന്റെ ഒരു സപ്പോർട്ടുണ്ട്. ആ സ്പിരിറ്റാണ് അസൂയയുടെ സ്പിരിറ്റ്. ഈ ഭിന്നതയുടെ സ്പിരിറ്റിനകത്ത് അസൂയയുടെ സ്പിരിറ്റ് കൂടെ വന്നു കഴിയുമ്പോൾ 2 പക്ഷം തിരിഞ്ഞു നിൽക്കുന്നവർ ചിന്തിക്കുവാനിടയായി തീരും, എന്തുകൊണ്ട് ഇവർ ഇത്രയും അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു, എന്തുകൊണ്ട് ഇവരുടെ ജീവിതത്തിൽ നമ്മുടെ ജീവിതത്തിൽ ഇല്ലാത്ത വ്യത്യാസങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നു. ഇന്ന് പകൽക്കാലം ദൈവസന്നിധിയിൽ നാം ആയിരിക്കുമ്പോൾ അസൂയയുടെ സ്പിരിറ്റ് ഈ സ്പിരിറ്റിനകത്ത് വന്നു കഴിഞ്ഞാൽ എന്തൊക്കെ പ്രവൃത്തികളാണ് ചെയ്യുന്നത് എന്ന് നമുക്ക് ചിന്തിക്കുവാനിടയായി തീരട്ടെ. സ്പിരിറ്റ് വന്നു കഴിഞ്ഞാൽ 2 പക്ഷത്തിൽ നിൽക്കുന്നതിൽ എതിർകക്ഷിക്ക്, ഇപ്പോൾ മണിപ്പൂരിനെ നമ്മൾ ഇതിനെ കേന്ദ്രീകരിച്ച് പഠിക്കുകയാണെങ്കിൽ 2 വിഭാഗക്കാർ തമ്മിൽ അവിടെ, അതിനകത്ത് ഒരു വിഭാഗത്തെ പൂർണ്ണമായും തുടച്ചു നീക്കുവാനുള്ള കാരണം അവരോടുള്ള എന്താണ്, മനസ്സിനകത്ത് വ്രണപ്പെട്ട അവസ്ഥയാണ്. ഭിന്നതയുടെ സ്പിരിറ്റിന്റെ മൂർധന്യാവസ്ഥയിൽ നിൽക്കുന്ന ഒരു സമൂഹം അതിനെതിരായി നിൽക്കുന്ന ഒരു ക്രിസ്ത്യൻ സമൂഹത്തെ നശിപ്പിക്കാൻ നോക്കുമ്പോൾ അവർക്ക് എന്തോ ഒരു നന്മ അവരുടെ ജീവിതത്തിൽ കാണുന്നത് കൊണ്ടുള്ള, അല്ലെങ്കിൽ അവരുടെ സന്തോഷം, അവരുടെ സമാധാനം, അവരനുഭവിക്കുന്ന ആ സന്തോഷം ഞങ്ങൾക്കില്ലാത്തത് കൊണ്ടും ഞങ്ങൾക്ക് ആ ഒരു സന്തോഷവും സമാധാനം അനുഭവിക്കുന്നത് ഞങ്ങളുടെ ദേശത്ത് വേണ്ട എന്നുള്ള ചിന്തയൊക്കെയാണ് ഭിന്നതയുടെ സ്പിരിറ്റിനകത്ത് കയറിയത്. അപ്പോൾ ഈ സ്പിരിറ്റ് ചെയ്യുന്ന ഒരു കാര്യം എന്തെന്ന് ചോദിച്ചാൽ, എതിർകക്ഷിയായി നിൽക്കുന്ന വ്യക്തികൾ ചെയ്യുന്നതിൽ കൂടുതൽ അവരെ രോഷാകുലരാക്കുന്ന, അല്ലെങ്കിൽ അവരെ വേദനിപ്പിക്കുന്ന ഭയാനകമായ കാര്യങ്ങൾ ചെയ്യുവാൻ ഈ സ്പിരിറ്റ് ഉള്ളവർ ചെയ്യും. അതാണ് ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. യൗവനക്കാരെയും കുഞ്ഞുങ്ങളെ ഒക്കെ ഉപദ്രവിക്കുന്നതിന്റെ പിന്നിലെ കാരണം ഈ സ്പിരിറ്റ് ചെയ്യുന്നത് ഇവരെ ഭയപ്പെടുത്തുകയാണ്. ഈ സ്പ്ലിറ്റിംഗ് സ്പിരിറ്റ് പറയുന്നത്, നിങ്ങൾ ഈ ദേശം വിട്ടു തരും, പോണം, പോയില്ലെങ്കിൽ നിന്നെ ഞാൻ എന്ത് ചെയ്യും, ഇതുപോലെ ആക്കും. വചനത്തിനകത്ത് ഈ കാര്യങ്ങളൊക്കെ കൃത്യമായി എഴുതിയിട്ടുണ്ടെങ്കിലും
ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഈ ലോകത്ത് നടക്കുമ്പോൾ നമ്മളത് മനസ്സിലാക്കാതെ പോവുകയും നമ്മൾ ചിന്തിക്കും വചനത്തിനകത്ത് ഇങ്ങനെയൊന്നും ഒരു കാര്യങ്ങളും കൃത്യമായി എഴുതിയിട്ടില്ല, ബൈബിൾ ഒരു പൂർണ്ണ ഗ്രന്ഥമല്ലെന്നൊക്കെ തോന്നാം. എന്നാൽ ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ പഠിപ്പിക്കുന്നത് പിശാചിന്റെ ജഡത്തിന്റെ പ്രവൃത്തികൾ എവിടെ ആക്റ്റീവായി നിൽക്കുന്നോ അവിടെ ദൈവസഭയ്ക്ക് ദൈവമക്കൾക്ക് എന്നുണ്ട് ഒരു ഫൈറ്റിംഗ്. ജഡത്തിന്റെ ആത്മാവിന് കീഴെ നിൽക്കുന്ന വ്യക്തി ജഡത്തിൽ ഫൈറ്റ് ചെയ്യുമ്പോൾ എതിരെ നിൽക്കുന്ന ദൈവമക്കൾ ആത്മാവിൽ ഫൈറ്റ് ചെയ്യുന്നവരാ. അവർ ഇത്രയും പ്രശ്നങ്ങൾക്കകത്ത് അവർ ആരാധന വിട്ടില്ല, ഇത്രയും പ്രശ്നത്തിനകത്ത് അവർ ദൈവത്തെ ആരാധിക്കാൻ മറന്നില്ല. കാരണം അവർക്കറിയാം അവരെ ഉയർത്തിയ ദൈവമാരാ, അവരെ വഴി നടത്തിയ ദൈവമാരാ, അവരെ ഇത്രമാത്രം ബ്ലസ് ചെയ്തത് ആരാ എന്ന് കൃത്യമായി തിരിച്ചറിയുവാൻ കഴിയും. ഹല്ലേലൂയ. സഭയിലാണ് ഇത് പിശാച് കൂടുതലായി ഈ സ്പ്ലിറ്റിംഗ് സ്പിരിറ്റിനെ വിടുവാനിടയായി ചെയ്യുന്നത്. സഭകളിൽ, മതങ്ങളിൽ, ചർച്ചകളിൽ ആണ് സ്പ്ലിറ്റിംഗ് സ്പിരിറ്റിനെ കൊടുക്കുന്നത്. കാരണം ഒരു സഭയ്ക്കകത്ത്, ഒരു മതത്തിനകത്ത് ഒരു സ്പ്ലിറ്റിംഗ് വന്നതിന് ശേഷം അതിനെ തീവ്രമായ അവസ്ഥയിലേക്ക് കൊണ്ടുപോകുക എന്നുള്ളതാണ് പിശാചിന്റെ പദ്ധതി. അതിന്റെ തീവ്രതയിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് പിശാചിന്റെ പദ്ധതി. ഹല്ലേലൂയ. ഒരു സഭയ്ക്കകത്ത് ഒരു പ്രശ്നം സംഭവിച്ചു കഴിയുമ്പോൾ രണ്ടു പക്ഷക്കാരുണ്ടാകുന്നു. ഈ രണ്ടു പക്ഷക്കാരിൽ എതിർകക്ഷിയായി നിൽക്കുന്ന വ്യക്തി മറ്റേ കക്ഷിയേക്കാൾ ഉന്നതനും വിദ്യാഭ്യാസമുള്ളതും യോഗ്യനായ ഒരു വ്യക്തിയെ എന്ത് ചെയ്യുന്നു? തങ്ങളുടെ പക്ഷത്തേക്ക് കൊണ്ടുവരുന്നു. അവരുടെ ഭാഷയ്ക്ക് വലിയ വിദ്യാഭ്യാസം ഉണ്ടാകുകയില്ല, അവരുടെ ഭാഷയ്ക്ക് വലിയ ജ്ഞാനം കാണത്തില്ല. അവിടെ ഒക്കെയും ഇവർ ജ്ഞാനമുള്ളതും ബുദ്ധിയുള്ളതും പൊസിഷൻ ഉള്ളതുമായ ആളുകൾ എന്ത് ചെയ്യും? എതിർപക്ഷത്തേക്ക് കൊണ്ടുവരും. എതിർപക്ഷത്ത് കൊണ്ടുവന്ന് നിന്നിട്ട് ഉന്നതന്മാരായ ചിലരുടെ ചില സംഭാഷണങ്ങൾ ഇവർക്ക് അനുകൂലമാക്കി ഇറക്കിവിടും. ഭിന്നതയുടെ സ്പിരിറ്റിനെ വർദ്ധിപ്പിക്കും. സഭയ്ക്കകത്ത് നടക്കുന്ന സംഗതിയെ പറഞ്ഞു, ആലയത്തിനകത്ത് നടക്കുന്ന ഭിന്നതയുടെ സ്പിരിറ്റിനെ വർദ്ധിപ്പിച്ച് അതിനെ സ്പ്ലിറ്റിങ്ങിലേക്ക് കൊണ്ടുവരുന്നു എന്ന് നാം മനസ്സിലാക്കണം. ഹല്ലേലൂയ. കാര്യങ്ങളിൽ വിട്ടുവീഴ്ചയില്ലാത്ത ശത്രുതാ മനോഭാവം പുലർത്തുവാനിടയായി ചെയ്യും. അതാണ് ഈ സ്പിരിറ്റിന്റെ ഏറ്റവും വലിയ പ്രശ്നം. ശത്രുതാ മനോഭാവം എവിടെ വെച്ച് കണ്ടാലും എന്ത് ചെയ്യണം? ഉപദ്രവിച്ചോളെന്ന് മാതാപിതാക്കൾ തന്റെ മക്കളോട് പറയുന്നത് നമ്മൾ കാണുവാനിടയായി ചെയ്തു. ശത്രുതാ മനോഭാവം ഇത് എവിടുന്നാ വന്നേ? ഇത് നമ്മൾ കാണുന്നത് പോലെ നമ്മുടെ കുടുംബങ്ങൾക്കകത്തും വീടിനകത്തും ആലയത്തിനകത്തും നടക്കുന്നതൊക്കെ സാമ്പിൾ പിടിക്കണ്ട. ഇന്ന് മണിപ്പൂരിൽ കാണുന്നതാണ് ഒറിജിനൽ സ്പ്ലിറ്റിംഗ് സ്പിരിറ്റിന്റെ അതിന്റെ മൂർധന്യ ഭാവം. മണിപ്പൂരിനെ ബേസ് ചെയ്ത് നമ്മൾ ഇന്ന് പ്രാർത്ഥിക്കുകയും അതിനെ കുറിച്ച് ചിന്തിക്കുകയും ചെയ്യുമ്പോൾ ഈ സ്പിരിറ്റിന്റെ കഠിനമായ പ്രവൃത്തികളാണ് മണിപ്പൂരിൽ താണ്ഡവമാടിക്കൊണ്ടിരിക്കുന്നത്. വിട്ടുവീഴ്ചയില്ലാത്ത ശത്രുതാ മനോഭാവം മനുഷ്യർക്കകത്തേക്ക് പിശാച് ഇൻജക്ട് ചെയ്യുവാനിടയായി. എവിടെ വെച്ച് കണ്ടാലും ആക്രമിക്കുന്ന ഒരു തലത്തിലേക്ക് മനുഷ്യനെ മാറ്റുവാനിടയായി ചെയ്യും. ഇന്ന് പകൽക്കാലം ജഡത്തിന്റെ പ്രവൃത്തികൾക്കകത്ത് 5-ാം അധ്യായം 20-ാം വാക്യത്തിന്റെ അവസാന ഭാഗം ഭിന്നത എന്ന ദൈവത്തിന്റെ ആത്മാവ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഭിന്നതയുടെ ആത്മാവിനെ നയിക്കുന്ന നടക്കുന്ന വ്യക്തികളായി തീരരുത് ആത്മാവിൽ ജനിച്ച നാം ഓരോരുത്തരും. ആത്മാവുള്ള നമ്മൾ ദൈവത്തിന്റെ ആത്മാവിന്റെ ഫലമായ സ്നേഹം നമ്മളിൽ നിന്ന് പുറത്തു വരുവാനിടയായി തീരണം. ശത്രുക്കളെയും സ്നേഹിക്കണം. അതുകൊണ്ടാണ് ദൈവദാസൻ ഇവിടെ നിന്ന് പ്രസംഗിച്ചപ്പോ പറഞ്ഞ് രണ്ട് ഗോത്രക്കാരും തമ്മിൽ ശത്രുത മനോഭാവം ഇല്ലാതിരിക്കാൻ വേണ്ടി ഹല്ലേലൂയ ദൈവത്തിന്റെ ആത്മാവ് അവിടെ ഇടപെടണമെന്ന് പറഞ്ഞു. ശത്രുക്കളെ സ്നേഹിക്കാൻ പഠിപ്പിച്ച ഒരു വേദഗ്രന്ഥമാണ് ക്രിസ്തീയ വേദഗ്രന്ഥം അല്ലെങ്കിൽ ബൈബിൾ എന്ന് പറയപ്പെടുന്നത്. അടിച്ചമർത്തുവാൻ നോക്കുമ്പോഴും ഉപദ്രവിക്കുവാൻ നോക്കുമ്പോഴും ഉന്മൂലനാശം വരുത്തുവാൻ നോക്കുമ്പോഴും ഇന്ന് പകൽക്കാലം നീ മനസ്സിലാക്കണം, ബൈബിൾ ഞങ്ങളെ പഠിപ്പിക്കുന്നത് സ്നേഹിക്കണം എന്നുള്ളതാണ്. സ്നേഹത്തിൽ വേരൂന്നി ഹല്ലേലൂയ ആത്മാവിന്റെ ഫലങ്ങളെ പുറത്തു കൊണ്ടുവരുവാനാണ് ഓരോ ആത്മീയനും ശ്രമിക്കേണ്ടതെന്ന് ദൈവത്തിന്റെ ആത്മാവ് നമ്മളോട് ആലോചന പറയുകയാണ്. ലോകപ്രകാരം ഇത് നാം ചിന്തിക്കുമ്പോൾ സ്പ്ലിറ്റിംഗ് സ്പിരിറ്റ് കൂടുതലും കാണുന്നത് ബിസിനസിനകത്താണ്. പാർട്ട്ണർഷിപ്പ് ബിസിനസ്സുകൾക്കകത്ത് ഭിന്നത കൊണ്ടുവരുന്നതും ഈ സ്പിരിറ്റ് തന്നെയാണ്. ഒരു ബിസിനസിനെ സ്പ്ലിറ്റ് ചെയ്ത് കളയുന്നതും ഒരു ബിസിനസിനെ കൈവശമാക്കാൻ ശ്രമിക്കുന്നതും ഒരു ബിസിനസിനെ ഉന്മൂലനാശം ചെയ്യുന്നതും എല്ലാം ഈ സ്പിരിറ്റാണ്. ഈ സ്പിരിറ്റ് പല വേദികളിൽ പല രൂപത്തിൽ പല വേഷത്തിൽ വെളിപ്പെടുമ്പോൾ നമ്മളത് തിരിച്ചറിയാതെ പോവുകയാണ്.
പെട്ടെന്ന് കുടുംബത്തിനകത്തൊരു ഭിന്നത വരുന്നു. ഒരു സ്പ്ലിറ്റിംഗ് സ്പിരിറ്റ് വന്ന് ആക്ടിവേറ്റ് ചെയ്ത് കഴിയുമ്പോൾ രണ്ടു പക്ഷം തിരിയുന്നു. ഭാര്യയുടെ പക്ഷം, ഭർത്താവിന്റെ പക്ഷം. ഈ രണ്ടു പക്ഷത്ത് നിൽക്കുവാൻ ആൾക്കാരുണ്ട്. നാം ചിന്തിക്കണം, ഈ സ്പിരിറ്റ് എവിടെ നിന്ന് വന്നു? കുടുംബത്തിനകത്ത് എവിടെ വന്നു? ബിസിനസിനകത്ത് എവിടെ വന്നു? അല്ലെങ്കിൽ എവിടുന്ന് വന്നു? ആലയത്തിനകത്ത് എവിടെ നിന്ന് വന്നു? ഈ സ്പിരിറ്റ് ദൈവത്തിന്റേതാണോ പിശാചിന്റേതാണോ? ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം നാം ദൈവത്തിന്റെ ആത്മാവിൽ എരിവുള്ളവരായി തീരണം. ഹല്ലേലൂയ. ദൈവത്തിന്റെ ആത്മാവിൽ എരിവുള്ളവരായി തീരുമ്പോഴും ഈ ആത്മാവിന്റെ എരിവ് വർദ്ധിക്കുമ്പോഴും സഭയ്ക്കകത്ത് ഭിന്നത വർദ്ധിക്കും. പലപ്പോഴും സഭയ്ക്കകത്ത് ആത്മാവിന്റെ ഒരുക്കം, ആത്മാവിൽ ഒരുക്കപ്പെട്ട ഒരു വ്യക്തി ദൈവവചനവുമായി നിൽക്കുമ്പോൾ, ദൈവസന്നിധിയിൽ ദൈവവചനം പറയുമ്പോൾ, ഈ പിശാച് ഭിന്നതയുടെ സ്പിരിറ്റ് ഇവന്റെ പൂർവ്വകാലത്തെ എടുത്തുകൊണ്ട് വരും. അവൻ ആരാന്ന് ഞങ്ങൾക്ക് അറിയാം. അവനിതൊന്നും പറയാനുള്ള യോഗ്യത ഇല്ല. ഇന്ന് പകൽക്കാലം ഓൺലൈനിലൂടെ ഞങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവരോട് ദൈവത്തിന്റെ ആത്മാവിന് പറയുവാനുള്ളത്, ഭിന്നതയുടെ ആത്മാവിനെ സഭയ്ക്കകത്ത് നിന്നിലൂടെ പിശാച് പ്രവർത്തിപ്പിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം അതിനെ സ്റ്റോപ്പ് ചെയ്യണം. ഇന്ന് പകൽക്കാലം അതിനോട് നോ പറയണം. ഇന്ന് പകൽക്കാലം അതിൽ നിന്ന് ജലത്തിന്റെ പ്രവൃത്തികളിൽ നിന്ന് പുറകോട്ട് വരണം. ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ ആത്മാവിനെ നിന്നെ ഉപയോഗിക്കുവാനുണ്ട്. ആത്മാവിന്റെ ഫലം നിന്നിൽ നിന്ന് പുറത്തോട്ട് വരട്ടെ. ഹല്ലേലൂയ. നാം എരിവുള്ളവരാണെങ്കിൽ എന്താ സംഭവിക്കുന്നത് എന്ന് നമുക്കൊന്ന് നോക്കിയാലോ. ഒരു ആത്മീയന്റെ ജീവിതത്തിൽ ഒരു ആത്മീയനെ തകർക്കുവാൻ ഈ സ്പിരിറ്റ് ഫൈറ്റ് ചെയ്യാറുണ്ട്. നമ്മള് ഇന്നായിരിക്കുന്ന അവസ്ഥയിൽ നമ്മൾ ഓരോരുത്തരും ആത്മാവിൽ വളർന്നുകൊണ്ടിരിക്കുമ്പോൾ ഈ പിശാച് എപ്പോഴും നോക്കുന്നത് നമ്മുടെ പാസ്റ്റ് എന്തായിരുന്നോ അതിനെ പിക്ക് ചെയ്തുകൊണ്ടുവരാൻ. എന്തിനാണെന്നറിയാമോ? നീ പറയുന്ന വചനം കേൾക്കുന്നവരുടെ ഇടയിലേക്ക് ഇതിനിട്ട് കൊടുക്കാൻ. ഇന്ന് പകൽക്കാലം നീ പറയുന്ന വചനത്തിനകത്ത് വ്യാപരിക്കുന്ന ദൈവശക്തി എന്തെന്ന് ഈ സ്പിരിറ്റ് തിരിച്ചറിയുവാനിടയായി തീരട്ടെ. ജനം തിരിച്ചറിയുവാനിടയായി തീരട്ടെ. നിന്റെ അകത്ത് വ്യാപരിക്കുന്ന ദൈവ സാന്നിധ്യത്തിന്റെ വലിപ്പം ജനം തിരിച്ചറിയുവാനിടയായി തീരട്ടെ. സഭ തിരിച്ചറിയുവാനിടയായി തീരട്ടെ. നമുക്കൊരു വാക്യത്തിലേക്ക് കിടക്കാം. ആലയത്തെ കുറിച്ചുള്ള എരിവ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഭക്തിയുടെ ആഴത്തിൽ നിന്നും ഹല്ലേലൂയ ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ ദൈവത്തിന്റെ ആത്മാവിനാൽ ഹല്ലേലൂയ ആത്മാവിൽ നിറഞ്ഞവനായി തീർന്നപ്പോൾ യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായം 17-ാം വാക്യത്തിൽ ആലയത്തെ കുറിച്ചുള്ള എരിവിനെ കുറിച്ച് കാണുവാൻ സാധിക്കുന്നു. എന്താണ് കാണുന്നത്? വായിക്കാമോ? യോഹന്നാന്റെ സുവിശേഷം യേശുവിന്റെ അതിന്റെ മുമ്പിലോട്ടുള്ള 2 വാക്യങ്ങൾ വായിച്ചാലും മനസ്സിലാവും. വായിച്ചാല് വയറുകൊണ്ട് ചമ്മട്ടി ഉണ്ടാക്കി ആടുമാടുകളോടുകൂടെ എല്ലാവരെയും ദേവാലയത്തിൽ നിന്ന് പുറത്താക്കി. വന്മാണികക്കാരിൽ നാണ്യം തൂക്കിക്കളഞ്ഞ് മേശകളെ മറിച്ചിട്ടു. പ്രാവുകളെ വിൽക്കുന്നവരോട് ഇവിടെ നിന്ന് കൊണ്ടുപോകുന്നു. എന്റെ പിതാവിന്റെ ആലയത്തെ വാണിഭശാലയാക്കുന്നു. യേശു കർത്താവ് തന്റെ ആലയത്തിനകത്തേക്ക് കയറി ചെന്നു. ആലയത്തിനകത്ത് വിൽക്കുന്നവരെ വാങ്ങുന്നവരെ ഓടിക്കുന്ന ഒരു രംഗമാണ്. അതിനകത്ത് ശിഷ്യന്മാർ യേശുവിനോട് കൂടെ നിന്നപ്പോൾ ഹല്ലേലൂയ പ്രവാചകൻ വിളിച്ചു പറഞ്ഞ ഒരു പ്രവചന ശബ്ദമാണ് 17-ാം വാക്യത്തിൽ ശിഷ്യന്മാർ ഓർക്കുവാനിടയായി തീർന്നത്. എന്താണ്? എന്റെ ആലയത്തെ കുറിച്ചുള്ള എരിവ് എന്നെ ചിന്നു കളഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ ഹല്ലേലൂയ അവിടെ നാം മനസ്സിലാക്കണം, അവിടെ ഒരു സമൂഹമുണ്ട്, അവിടെ ഒരു സഭയുണ്ട്, അവിടെ ഒരു നേതൃത്വമുണ്ട്, അവിടെ ഒരു പുരോഹിതനുണ്ട്, അവിടെ ഒരു ന്യായശാസ്ത്രിയുണ്ട്, അവിടെ ഒരു സിസ്റ്റം ഉണ്ട്. ഈ സിസ്റ്റത്തിനകത്തേക്ക് ആത്മാവിൽ എരിവുള്ള ഒരുത്തരം കൊണ്ട് കയറിയിട്ട് എല്ലാത്തിനെയും അടിച്ചു പുറത്താക്കുകയാണ്. ഇതിനെ ഹല്ലേലൂയ തിരിച്ചറിയാൻ കഴിയാത്ത ഇടത്ത് ഭിന്നത വെളിപ്പെടും. ഇവൻ ആരാ? ഇവൻ ഏത് അധികാരത്തില ഇതൊക്കെ ചെയ്യുന്നതെന്ന് ചോദിക്കും. ഇവരിൽ വ്യാപരിക്കുന്ന ആത്മാവ് ഏതാണെന്ന് ചോദിക്കും. അവിടെയും ഹല്ലേലൂയ ദൈവിക പ്രവൃത്തിയാണ് നടന്നത്, ദൈവിക ഉദ്ദേശമാണ് നടന്നത്. പ്രവാചകന്മാരിലൂടെ പറഞ്ഞ കാര്യം കൃത്യമായി ദൈവം അവിടെ വെളിപ്പെടുത്തുമ്പോൾ അവിടെ ഭിന്നതയുടെ ആത്മാവിന് വരുവാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. ഹല്ലേലൂയ. റോമർക്കെഴുതിയ ലേഖനം 10-ാം അധ്യായത്തിന്റെ 2-ാം വാക്യത്തിൽ ദൈവത്തെ കുറിച്ചുള്ള എരിവിനെ കാണുവാൻ സാധിക്കും. ഒന്ന് ആലയത്തെ കുറിച്ചുള്ള എരിവ്. ആത്മാവിൽ നിറഞ്ഞു കഴിയുമ്പോൾ സഭയെ കുറിച്ച് എരിവുള്ളവരായി തീരുന്നു. സഭയ്ക്ക് നല്ല കാര്യങ്ങൾ നടക്കണമെന്ന്, സഭയിൽ ആത്മാക്കൾ വരണമെന്ന് നാം ആഗ്രഹിക്കുന്നു. ആത്മാക്കൾ വന്നാൽ മാത്രം പോലെ അവർ വിടുതൽ പ്രാപിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. ഇങ്ങനെ പറയുമ്പോൾ നമ്മുടെ കൂട്ടത്തിൽ നിൽക്കുന്ന ചിലർ പറയുകയാണ്, അതിന്റെ ഒന്നും ആവശ്യമില്ല, വെറുതെ വന്ന് ഞായറാഴ്ച ഒന്ന് ആരാധിച്ചു പോകണം, വെള്ളിയാഴ്ച ഒന്ന് വന്ന് ആരാധിച്ചു പോകണമെന്നല്ലാതെ അതിനപ്പുറത്തേക്ക് ഒരു വലിയ ആത്മീയ
ആത്മീയത പ്രവൃത്തികളൊന്നും എന്ത് ചെയ്യണ്ട, സഭയ്ക്കകത്ത് ചെയ്യണ്ട. ആത്മാവിൽ നിറഞ്ഞൊരു വ്യക്തിക്ക് ഹല്ലേലൂയ സഭ എങ്ങനെ ആയിരിക്കണമെന്ന് ഒരു ചിന്തയുണ്ടായിരിക്കും. എന്നാൽ നാം മനസ്സിലാക്കണം, നമ്മുടെ മുമ്പിൽ ഒരു സ്പിരിറ്റ് ഫൈറ്റിങ്ങിന് റെഡി ആയി നിൽപ്പുണ്ട്. സ്പ്ലിറ്റിംഗ് സ്പിരിറ്റ്. ഹല്ലേലൂയ. ഈ നമ്മുടെ ഉള്ളിൽ നിന്നും സഭയോടുള്ള, ദൈവത്തിന്റെ ആലയത്തോടുള്ള, മന്ദിരത്തോടുള്ള ഒരു സ്പിരിറ്റ് വർദ്ധിച്ചു കഴിയുമ്പോൾ ഹല്ലേലൂയ നമ്മൾ ഇതിനെക്കുറിച്ച് അനുകൂലമായി ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ചിലർക്ക് ഭിന്നതയായി വെളിപ്പെടും. ഹല്ലേലൂയ. രണ്ടാമത്തെ വാക്യത്തിൽ, ഇപ്പൊ നമ്മൾ റോമർ 10:2 വായിക്കുന്നു. ദൈവത്തെ കുറിച്ചുള്ള അറിവ് വായിച്ചാൽ അവർ പരിജ്ഞാനപ്രകാരം അല്ലെങ്കിലും ദൈവത്തെ സംബന്ധിച്ച് എരിവുള്ളവരെന്ന് ഞാൻ അവർക്ക് സാക്ഷ്യം പറയുന്നു. 1-ാം വാക്യം വായിച്ചാൽ സഹോദരന്മാരെ, അവർ രക്ഷിക്കപ്പെടണമെന്ന് തന്നെ എന്റെ ഹൃദയ വാഞ്ചയും അവർക്ക് വേണ്ടി ദൈവത്തോടുള്ള യാചനയുമാകുന്നു. അവർ പരിജ്ഞാനപ്രകാരമല്ലെങ്കിലും ദൈവത്തെ സംബന്ധിച്ച് എരിവുള്ളവരെന്ന് ഞാൻ അവർക്ക് സാക്ഷ്യം പറയുന്നു. അവർക്ക് പരിജ്ഞാനമില്ലെങ്കിലും അവർക്ക് ദൈവത്തെ കുറിച്ചുള്ള ഒരു എരിവുള്ളവരാണെന്ന് അവിടെ സാക്ഷ്യം പറയുക. ഹല്ലേലൂയ. ചിലർ ദൈവസഭയ്ക്കകത്ത് വന്നു കഴിയുമ്പോൾ വചനത്തിന്റെ ആഴങ്ങളൊന്നും അറിയത്തില്ലെങ്കിലും, വചനത്തിന്റെ വെളിപ്പാടുകളൊന്നും ലഭിക്കുന്നില്ലെങ്കിലും, അവർ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് അവരോടൊന്നും സംസാരിക്കുന്നില്ലെങ്കിലും, അവർക്ക് ഹല്ലേലൂയ ഈ ദൈവത്തെ വേണമെന്നും ഈ ദൈവമാണ് യഥാർത്ഥ ദൈവമെന്നുള്ള വിശ്വാസമുള്ളവരാ. അല്ലെങ്കിൽ അവർക്ക് ദൈവത്തെ കുറിച്ച് എരിവുള്ളവരാ. എന്നാൽ അതിന്റെ 1-2 വാക്യം നമ്മൾ വായിക്കുമ്പോൾ കഴിയുന്ന അവർ വേണ്ടും പോലെ എന്ത് ചെയ്തിട്ടില്ല, ദൈവത്തെ അറിഞ്ഞിട്ടില്ല. ഇവിടെയും എന്തുണ്ട്, ഒരു സ്പ്ലിറ്റിംഗ് സ്പിരിറ്റ് വ്യാപരിക്കും. ചില ആത്മീയർ 10 പേരിലുണ്ടെങ്കിൽ 5 പേർ ആത്മീയരും 5 പേരും ഈ ജഡത്തിൽ വസിക്കുന്നവരാണെങ്കിൽ ഒരു ആത്മീയ കാര്യം പറയുമ്പോൾ അവിടെ ഒരു ഭിന്നത വെളിപ്പെടും. അത്രയ്ക്കൊന്നും എന്ത് ചെയ്യണ്ട, ആത്മീയനായി നിൽക്കണ്ട, അത്രയ്ക്കൊന്നും ആത്മീയതയിലേക്ക് സഭ ഇപ്പൊ കടക്കണ്ട. ഹല്ലേലൂയ. അങ്ങനെ ദൈവത്തെ കുറിച്ചുള്ള ഹല്ലേലൂയ ചില ചിന്തകളും ഹല്ലേലൂയ ചില ആലോചനകളൊക്കെ പറയുമ്പോൾ ഹല്ലേലൂയ ഇതൊക്കെ സ്വയത്തിൽ നിന്ന് പറയുന്നതാണെന്ന് തോന്നും. ഹല്ലേലൂയ. അത് മറ്റുള്ള 5 പേർക്ക് ആത്മാവുള്ളവനെ ആത്മാവിനെ തിരിച്ചറിയുവാൻ കഴിയും. ആത്മാവാണ് സംസാരിക്കുന്നത് മനസ്സിലാവും. എന്നാൽ ആത്മാവില്ലാത്തവരുടെ അടുത്ത് സംസാരിച്ച കാര്യമാണ് പറഞ്ഞത്. ഒന്നുകൂടെ വായിച്ചേ, 1-2 വാക്യം. സഹോദരന്മാരെ, അവർ രക്ഷിക്കപ്പെടണമെന്ന് തന്നെ എന്റെ ഹൃദയവാഞ്ചയും അവർക്ക് വേണ്ടി ദൈവത്തോടുള്ള യാചനയുമാകുന്നു. അവർ പരിജ്ഞാനപ്രകാരമല്ലെങ്കിലും ദൈവത്തെ സംബന്ധിച്ച് എരിവുള്ളവരെന്ന് ഞാൻ അവർക്ക് സാക്ഷ്യം പറയുന്നു. അവർ ദൈവത്തിന്റെ നീതി അറിയാതെ സ്വർഗനീതി സ്ഥാപിക്കാൻ അന്വേഷിച്ചുകൊണ്ട് ദൈവത്തിന്റെ നീതിക്ക് കീഴ്പ്പെട്ടില്ല. 2 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 7-ാം അധ്യായം 6-7 വാക്യങ്ങൾ. 2 കൊരിന്ത്യർ 7:6-7 വാക്യങ്ങൾ. അവിടെ ചില ശുശ്രൂഷകന്മാരുടെ ശുശ്രൂഷയെ ചില സഭകൾ, ചില വ്യക്തികൾ ഇഷ്ടപ്പെട്ട് കഴിയുമ്പോൾ തുടർമാനമായി അവരെ വിളിക്കുവാൻ പറയുമ്പോൾ അവിടെ കാണുന്ന ഒരു കാര്യമാണ്, അവിടെ ഒരു ഭിന്നതയുടെ സ്പിരിറ്റ് വെളിപ്പെടും. എപ്പോഴും എന്തിനാ പുള്ളിയെ വിളിക്കുന്നത്, എപ്പോഴും എന്തിനാ അവരോട് നമ്മുടെ സഭയിൽ വന്ന് നമ്മളോട് ശുശ്രൂഷിക്കാൻ പറയുന്നേ എന്നപ്പോൾ തോന്നുന്ന ഒരു സ്പിരിറ്റ്. അല്ലെങ്കിൽ ഇതെവിടെയാണ് വെളിപ്പെടുന്നത്, സഭയ്ക്കകത്ത. അല്ലെങ്കിൽ കുറച്ചു പേർക്ക് ആഗ്രഹവുമുണ്ട്, ഒരു നല്ലൊരു ദൈവദാസനാണ്, അദ്ദേഹത്തിന്റെ വചനം ഞങ്ങളെ വളരെയധികം ബലപ്പെടുത്തുന്നു എന്നൊക്കെ ആഗ്രഹമുള്ളപ്പോൾ തന്നെ നമ്മുടെ സഭയ്ക്കകത്തുള്ള ഒരു വേറൊരു സ്പിരിറ്റ്, ഈ സ്പിരിറ്റിന്റെ അണ്ടറിൽ ഇരിക്കുന്നവർ ചിന്തിക്കും, എന്തിനാ എപ്പോഴും പുള്ളിയെ വിളിച്ച് ശുശ്രൂഷിപ്പിക്കുന്നത്. ഹല്ലേലൂയ. ഈ സ്പിരിറ്റ് എവിടെയാ കാണുന്നത് നമുക്ക് നോക്കാം. 7-ാം അധ്യായം 2 കൊരിന്ത്യർ 7:6-7 വാക്യങ്ങൾ. എങ്കിലും എളിയവരെ ആശ്വസിപ്പിക്കുന്ന ദൈവം തീത്തോസിന്റെ വരവിനാൽ ഞങ്ങളെ ആശ്വസിപ്പിച്ചു. തീത്തോസിന്റെ വരവിനാൽ ഞങ്ങളെ ആശ്വസിപ്പിച്ചു. അവന്റെ വരവിനാൽ മാത്രമല്ല, അവന് നിങ്ങളെ കൊണ്ട് ലഭിച്ച ആശ്വാസത്താകുന്നത് നിങ്ങളുടെ വാഞ്ചയും നിങ്ങളുടെ വിലാപവും എനിക്കായുള്ള നിങ്ങളുടെ എരിവും ഞങ്ങളോട് അറിയിച്ചതിനാൽ തന്നെ അതുകൊണ്ട് ഞാൻ അധികമായി സന്തോഷിച്ചു. ഇവിടെ കാണുന്നു, ഒരു ദൈവദാസൻ സഭയിലേക്ക് വരുന്നു എന്ന് പറയുമ്പോൾ ആ ദൈവദാസനിൽ നിന്ന് വചനം കേൾക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു ജനത്തിന് ഒരു എരിവുണ്ടാകും. എന്നാൽ അവിടെ നമ്മൾ മനസ്സിലാക്കണം, ആ എരിവില്ലാത്തവരും അതിനകത്തിരിപ്പുണ്ട്. ഹല്ലേലൂയ. സഭയ്ക്കകത്ത് വചനത്തിന്റെ പ്രവൃത്തി വചനത്തിന് ചെയ്യുവാൻ കഴിയാത്തതിന്റെ കാരണം ഈ ഭിന്നതയുള്ള സ്പിരിറ്റ് കയറി ആത്മീയ മണ്ഡലത്തിനകത്ത് സകലയിടത്തും വ്യാപരിക്കുകയാണ്. ഹല്ലേലൂയ. വചനം പറയുവാൻ സമ്മതിക്കത്തില്ല, ശുശ്രൂഷിക്കാൻ സമ്മതിക്കത്തില്ല, ഒരു ദൈവദാസനെ വിളിക്കുവാൻ സമ്മതിക്കത്തില്ല, നല്ലൊരു ആരാധന നടക്കുന്നിടത്ത് സഭയിൽ നിന്ന് വിടത്തില്ല. അല്ലെങ്കിൽ എല്ലാ രീതിയിലും ഹല്ലേലൂയ മനുഷ്യനകത്ത് ഭിന്നതയുടെ ആത്മാവിനെ വർദ്ധിച്ചു വരികയാണ്. ചിലരെന്ത് ചെയ്യും, ആരാധനയ്ക്ക് സ്വന്തം സഭയിലല്ലാതെ പുറത്തു പോകരുത്. അവിടെയൊക്കെ എന്താണ്,
പിശാചുകൾ അവിടെ ഒന്നും ചെയ്ത് പോയി ദൈവത്തെ ആരാധിക്കരുതെന്ന് പറയും. അവരൊന്നും ആത്മാവിന് കീഴടങ്ങിയവരല്ല, അതുകൊണ്ട് പോകരുതെന്ന് പറയും. കാരണം എന്താണെന്നറിയോ, ഇവിടെ ചില ദിവസങ്ങളിൽ ഞാനും ഡോക്ടർ ജീസു ഒക്കെ സംസാരിക്കുമ്പോൾ പറയാറുണ്ട്, നമ്മൾ ഒരിക്കലും നമ്മുടെ മോഡൽസിനെ ക്രിയേറ്റ് ചെയ്യണ്ട. നമ്മൾ നമ്മുടെ മോഡൽസിനെ ക്രിയേറ്റ് ചെയ്യണ്ട. ഒരു സജിൽ ബദറിന്റെ ഒരു മോഡൽ, ഡോക്ടർ ജീസിന്റെ ഒരു മോഡൽ, ഡോക്ടർ പാസ്റ്ററിന്റെ ഒരു മോഡൽ, അങ്ങനെ ക്രിയേറ്റ് ചെയ്യണ്ട. ദൈവത്തിന്റെ പർപ്പസ് എന്താണോ അവനെ കുറിച്ച് അതിനെ അവന് ക്രിയേറ്റ് ചെയ്യാം. മനസ്സിലായി? ഹല്ലേലൂയ. നിന്നെ കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി എന്താണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞാൽ മാത്രമാണ് എനിക്ക് നിന്നെ ആ രീതിയിൽ വളർത്തുവാൻ കഴിയത്തുള്ളൂ. ഇന്ന് പകൽക്കാലം ദൈവ ശബ്ദം കേൾക്കുന്ന നീ മനസ്സിലാക്കണം, നിന്നെ കുറിച്ചുള്ള വിളിയും തിരഞ്ഞെടുപ്പും നിന്നെ കുറിച്ചുള്ള ദൈവിക പർപ്പസും എന്താണെന്ന്. അങ്ങനെയാണെങ്കിൽ മാത്രമേ നിനക്ക് നിന്റെ ജീവിതത്തിൽ സക്സസ് ആകുവാൻ കഴിയത്തുള്ളൂ. പലരും പലയിടത്തും മോഡലിനെ ക്രിയേറ്റ് ചെയ്യുക. ഞാൻ അവിടെ പോകുന്നില്ല, അതുകൊണ്ട് നീ അവിടെ പോകണ്ട. ഞാനത് ചെയ്യുന്നില്ല, അതുകൊണ്ട് നീ അത് ചെയ്യണ്ട. ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ ആത്മാവ് പറയുക, തീത്തോസ് വരുന്നെന്ന് പറഞ്ഞപ്പോ അവർക്കൊരു സന്തോഷം. ആ വചനത്തിന്റെ ആഴങ്ങളെ കേൾക്കുവാൻ അഭിഷേകത്തിൽ നിൽക്കുന്ന ഒരു ദൈവദാസൻ വരുന്നെന്ന് പറഞ്ഞപ്പോൾ ഒരു സന്തോഷം. ഹല്ലേലൂയ. അതിന്റെ 7-ാം വാക്യത്തിൽ പറയാം, അതിൽ അവന്റെ എരിവ്, അവനെ കുറിച്ചുള്ള എരിവ് കണ്ടോ. ഹല്ലേലൂയ. ഇവിടെ ഹല്ലേലൂയ ചില വാക്യങ്ങൾ നാം ഭിന്നതയെ കുറിച്ച് വായിക്കുമ്പോൾ ആത്മമണ്ഡലത്തിൽ ഭിന്നത ഏതൊക്കെ തലത്തിൽ വെളിപ്പെടുന്നു കൂടെ നമ്മൾ ചിന്തിച്ചു പോകേണ്ടത് ആവശ്യമാണ്. 7-ാം അധ്യായത്തിന്റെ 11-ാം വാക്യം ഒന്ന് വായിച്ചാലേ, ആ അധ്യായത്തിന്റെ തന്നെ 11-ാം വാക്യം. ദൈവഗതപ്രകാരം നിങ്ങൾക്കുണ്ടായ ദുഃഖം, എത്ര ഉത്സാഹം, എത്ര പ്രതിഭാഗം, എത്ര നീരസം, എത്ര ഭയം, എത്ര വാഞ്ച, എത്ര എരിവ്, എത്ര പ്രതികാരം നിങ്ങൾ ജനിപ്പിച്ചു. കണ്ടോ, ആ ദൈവവചനത്തെ കുറിച്ചുള്ള നിങ്ങളുടെ ഉത്സാഹം നിങ്ങളിൽ എരിവ് ജനിപ്പിച്ചു. നിങ്ങൾ കുറച്ചുപേർ ദൈവവചനം കേൾക്കണമെന്നും വചനത്തെ കുറിച്ച് കൂടുതലായി ഗ്രഹിക്കണമെന്നും വചനം കൂടുതലായി പഠിക്കണമെന്ന് ആഗ്രഹിക്കുമ്പോൾ അത് പൂർണ്ണമായി ഗ്രഹിക്കാത്ത, പഠിക്കുവാൻ ആഗ്രഹമില്ലാത്ത ചിലർ നമ്മുടെ ഇടയിൽ ഇരിപ്പുണ്ട്. അവർക്കിതൊരു ഭിന്നതയുടെ സ്പിരിറ്റാണ്. അവരിൽ വ്യാപരിക്കുന്ന ഈ സ്പിരിറ്റ് ഇതിനെ സ്പ്ലിറ്റ് ചെയ്യുവാനിടയായി ചെയ്യും. ഹല്ലേലൂയ. അതിന്റെ 8-ാം വാക്യത്തിൽ എന്താ പറയുന്നത് നോക്കിക്കേ. അവർക്കുണ്ടായ മാനസാന്തരത്തെ കുറിച്ച് അവിടെ പറയുന്നുണ്ട്. 7:8. ഞാൻ ലേഖനത്താൽ നിങ്ങളെ ദുഃഖിപ്പിച്ചു എന്ന് വരികിലും ഞാൻ അനുദപിക്കുന്നില്ല. ആ ലേഖനം നിങ്ങളെ കുറെ നേരത്തേക്കെങ്കിലും ദുഃഖിപ്പിച്ചു എന്ന് കാണുന്നത് കൊണ്ട് ചിലരൊക്കെ ദുഃഖിക്കുവാനിടയായി തീർന്നു. ഒരു ലേഖനം കൊടുത്തുവിട്ട് അത് സഭയിൽ വായിച്ചു കഴിഞ്ഞപ്പോൾ ചിലർക്ക് ദുഃഖം തോന്നി. ആ ദുഃഖത്തിലൂടെ ഒരു ഭിന്നതയോടെ ഇരിക്കുമ്പോൾ അവർത്തന്നെ ഇവിടെ ശുശ്രൂഷിക്കാൻ കയറി വരുന്നു. ആ ഒരു കാഴ്ചപ്പാടിനകത്തിരുന്നു കൊണ്ട് അവന്റെ ശുശ്രൂഷ അനുഭവിക്കുക. 8-ാം വാക്യത്തിൽ ഒന്നുകൂടെ വായിച്ചത്, ദുഃഖിപ്പിച്ചു എന്ന് വരികിലും ഞാൻ അനുദപിക്കുന്നില്ല. ആ ലേഖനം നിങ്ങളെ കുറെ നേരം അവിടെ കട്ട് ചെയ്യേണ്ടത് ആവശ്യമായിരുന്നു. അവിടെ ചിലതിനെ ബ്രേക്ക് ചെയ്യേണ്ടത് ആവശ്യമായിരുന്നു, ചിലതിനെ ഉടയ്ക്കേണ്ടത് ആവശ്യമായിരുന്നു, ചില മനോഭാവങ്ങളെ നശിപ്പിക്കേണ്ടത് ആവശ്യമായിരുന്നു. അതൊക്കെ ലേഖനത്തിലൂടെ ചെയ്തു. അത് ചിലർക്ക് ഇഷ്ടപ്പെട്ടില്ല, അവിടെ വെളിപ്പെട്ടു ഭിന്നത. അങ്ങനെ ഇരിക്കുമ്പോഴാണ് പുള്ളിയുടെ വരവ്. വായിച്ചേ. കുറെ നേരത്തേക്ക് ദുഃഖിപ്പിച്ചു എന്ന് കാണുന്നത് കൊണ്ട് മുമ്പേ അനുദപിച്ചുവെങ്കിലും ഇപ്പോൾ ഞാൻ സന്തോഷിക്കുന്നു. നിങ്ങൾ ദുഃഖിച്ചതിനാലല്ല, മാനസാന്തരത്തിനായി ദുഃഖിച്ചതിനാലല്ല. ആമേൻ. ഇവര് ദുഃഖിച്ചെങ്കിലും ഇവർ മാനസാന്തരത്തിലേക്ക് മടങ്ങി വരുവാനിടയായി. ഇന്ന് പകൽക്കാലം ദൈവവചനം കേൾക്കുന്ന നിങ്ങളോട് ദൈവത്തിന്റെ ആത്മാവിന് പറയുവാനുള്ളത്, നിങ്ങൾ ലോകത്തിന്റെ ഏത് രാജ്യത്താണോ, ഇന്ത്യയിലെ ഏത് സ്റ്റേറ്റിലാണോ ഞങ്ങൾക്ക് അറിയത്തില്ല. ഇന്ന് പകൽക്കാലം ഞങ്ങളുടെ ശബ്ദം കേൾക്കുന്ന നിങ്ങളോട് ദൈവത്തിന്റെ ആത്മാവിന് പറയുവാനുള്ളത്, ദൈവവചനം കേൾക്കുമ്പോൾ ദുഃഖം തോന്നുന്നുണ്ടെങ്കിൽ, ഹല്ലേലൂയ, ഹൃദയത്തിൽ കുത്തുകൊള്ളുന്നുണ്ടെങ്കിൽ, ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് ഹല്ലേലൂയ മനം തിരിയുവാൻ തയ്യാറാണെങ്കിൽ, ഹല്ലേലൂയ വചനത്തിൽ കണ്ടതുപോലെ ഇപ്പോൾ മാനസാന്തരപ്പെടുവാൻ കാരണമാകത്തക്ക രീതിയിൽ ദൈവത്തിന്റെ വചനം നിങ്ങളുടെ ജീവിതത്തിൽ ക്രിയ ചെയ്യുവാനിടയായി തീരും. ഭിന്നതയുടെ ആത്മാവിനെ അല്ല അവിടെ എടുക്കണ്ടേ, ഭിന്നിക്കപ്പെടുക, സഭയെ ഭിന്നിപ്പിക്കുകയല്ല ചെയ്യേണ്ടേ. ഒരു ലേഖനം വായിച്ചതുകൊണ്ട് ആ ലേഖനത്തിന്റെ അകത്തുള്ള ആ ചില തർജ്ജനങ്ങൾ അതിൽ വേദനപ്പെടുത്തിയെങ്കിൽ, ചില പാസ്റ്റർമാരുടെ ഉപദേശങ്ങൾ നിങ്ങൾ വേദനപ്പെടുത്തിയെങ്കിൽ നിങ്ങൾ പ്രതികരിക്കേണ്ടത് അങ്ങനല്ല. ഭിന്നതയുടെ സ്പിരിറ്റിനാലല്ല പ്രതികരിക്കേണ്ടത്. ഹല്ലേലൂയ. ആത്മാവിന് കീഴടങ്ങുന്നവരായിരിക്കുക. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനത്തിൽ പറയുന്നു, ആത്മാവിന് കീഴടങ്ങുകയും. ഹല്ലേലൂയ.
2 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 9-ാം അധ്യായം 2-ാം വാക്യത്തിൽ എന്താ പറയുന്നത് നോക്കിക്കേ. അഗായ കീഴാണ്ട് മുതൽ ഒരുങ്ങിയിരിക്കുന്നത് ഞാൻ നിങ്ങളെ കുറിച്ച് മക്കതോനിയോട് പ്രശംസിച്ചു വരുന്ന നിങ്ങളുടെ മനസ്സൊരുക്കം ഞാൻ അറിയുന്നു. നിങ്ങളുടെ എരിവ് മിക്ക പേർക്കും ഉത്സാഹകാരണമായി തീർന്നിരിക്കുന്നു. അവിടെ എരിവുള്ള കുറച്ചുപേരെ കാണുക, ദൈവ വേലയോട് എരിവുള്ള കുറച്ചുപേർ. എനിക്കൊരു 100 രൂപ കിട്ടിയാൽ 10 രൂപ എന്ത് ചെയ്യണം? ദൈവ വേലയ്ക്ക് കൊടുക്കണം. ദൈവ വേലയെ എന്ത് ചെയ്യണം? ബ്ലസ് ചെയ്യണം. നമുക്ക് ശ്രീലങ്കൻ മിനിസ്ട്രി ഉണ്ട്, പക്ഷെ നമുക്ക് വേണ്ടും പോലെ അവരെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നില്ല. നമ്മൾ ആഫ്രിക്കയിൽ ഒരു മിനിസ്ട്രി തുടങ്ങിയാലും നമുക്ക് നമ്മുടെ ആഗ്രഹപ്രകാരം അവരെ സപ്പോർട്ട് ചെയ്യാൻ നമ്മുടെ കയ്യിൽ സമ്പത്തില്ല. അല്ലെങ്കിൽ എന്നാൽ ഇവിടെ കാണുകയാണ് ആത്മാവിലുള്ള വേലയെ കുറിച്ച് എരിവുള്ളവർ. ചിലത് കൊടുക്കുമ്പോൾ ആ കൊടുക്കുന്നതിന് വിലങ്ങുതടിയായി ഭിന്നത വെളിപ്പെടുന്നു. അത്രയൊന്നും കൊടുക്കേണ്ട കാര്യമില്ല. ഇതെല്ലാം കൂടെ ഈ പുള്ളി എന്ത് ചെയ്യാൻ പോകും? ഹല്ലേലൂയ. ഈ പുള്ളി ഇതെന്ത് ചെയ്യുന്നു എന്നല്ല, ദൈവ വേലയ്ക്ക് വേണ്ടി ഇത് എങ്ങനെ ഉപയോഗപ്പെടുന്നു എന്നുള്ളതാ ചിന്തിക്കുന്നത്. എന്റെ പകൽക്കാലം ഹല്ലേലൂയ, നിന്റെ സാമ്പത്തികത്തെ ദൈവം അനുഗ്രഹിക്കുവാൻ ഈ ശബ്ദം കേൾക്കുന്ന ഓൺലൈനിലൂടെ കേൾക്കുന്നവരോട് ദൈവത്തിന്റെ ആത്മാവിന് പറയുവാനുള്ളത്, ഹല്ലേലൂയ, ദൈവ രാജ്യത്തിന് വേണ്ടി ദൈവ വേലയ്ക്ക് വേണ്ടി വിതയ്ക്കുവാൻ നീ തയ്യാറാണെങ്കിൽ നിന്നെ അനുഗ്രഹിക്കുന്ന ഒരു ദൈവമാണ്, നിന്റെ കളപ്പുരയെ നിറയ്ക്കുന്ന ഒരു ദൈവമാണ് നിന്റെ കൂടെയുള്ളത്. ഹല്ലേലൂയ, നീ പൂർണ്ണ മനസ്സോടെ എന്ത് ചെയ്യണം? ദൈവവേലയെ കുറിച്ച് എരിവുള്ളവനായി തീരണം. ഹല്ലേലൂയ, സഭയ്ക്കകത്ത് സഭ വളരണമെന്ന് മാത്രമല്ല, ദേശത്തെമ്പാടും ഹല്ലേലൂയ ദൈവത്തിന്റെ നാമത്തെ ഉയർത്തുന്ന ദൈവ മക്കൾ ഉണ്ടാകണമെന്നുള്ളൊരു എരിവ് നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുവാനിടയായി തീരണം. ഹല്ലേലൂയ. 9-ാം അധ്യായം 2-ാം വാക്യത്തിൽ 1-ാം വാക്യം വായിച്ചേ. വിശുദ്ധന്മാർക്ക് വേണ്ടി നടത്തുന്ന ദ്രവ്യ സേവനത്തെ കുറിച്ച് നിങ്ങൾക്ക് എഴുതുവാൻ ആവശ്യമില്ലല്ലോ. അഗായ കീഴാണ്ട് മുതൽ ഒരുങ്ങിയിരിക്കുന്നു. കണ്ടോ, അവിടെ പറയുന്ന 1-ാം വാക്യം വായിച്ചാണ് 2-ാം വാക്യത്തിനകത്തെ കാര്യം മനസ്സിലാക്കുന്നു. വിശുദ്ധന്മാർക്ക് വേണ്ടി ഒരുക്കുന്ന ദ്രവ്യശേഖരണം എന്ന് പറഞ്ഞാൽ വേലയ്ക്ക് വേണ്ടി പുറപ്പെട്ടു പോയിരിക്കുന്ന ദൈവത്തിന്റെ ആത്മാവ് പറയുന്നത് എന്താണ്? ഹല്ലേലൂയ, നിങ്ങൾ എന്ത് ചെയ്യണം? പോകുമ്പോൾ നിങ്ങളുടെ പണസഞ്ചി ഒന്നും എടുത്തോണ്ട് പോകണ്ട. നിങ്ങൾ എന്ത് ചെയ്യുക? ഏതെങ്കിലും ഒരു ദേശത്ത് ചെന്നാൽ അവിടെ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവർ ആരെങ്കിലും ഉണ്ട്, അവരോട് കൂടെ പാർക്കുക, ബാക്കി ദൈവം നോക്കിക്കോളും. അങ്ങനെ പറഞ്ഞു പോകുന്ന ദൈവദാസന്മാരെ സഹായിക്കണമെന്ന് ഹല്ലേലൂയ ജനം ഹല്ലേലൂയ മനം തിരിഞ്ഞ് അവർ സ്വരൂപിച്ചു കൂട്ടിയ സ്വരൂപങ്ങളെ ഹല്ലേലൂയ അവരുടെ ദ്രവ്യങ്ങളെ അവരുടെ പണത്തെ ഹല്ലേലൂയ ദൈവദാസന്മാർക്ക് കൊടുക്കുന്നുണ്ട്. ആ കാര്യത്തെ കുറിച്ചാണ് പറയുന്നത്. വായിച്ചാട്ടെ 1-2. വിശുദ്ധന്മാർക്ക് വേണ്ടി നടത്തുന്ന ദ്രവ്യശേഖരത്തെ കുറിച്ച് നിങ്ങൾക്ക് എഴുതുവാൻ ആവശ്യമില്ലല്ലോ. അഗായ കീഴാണ്ട് മുതൽ ഒരുങ്ങിയിരിക്കുന്നു എന്ന് ഞാൻ നിങ്ങളെ കുറിച്ച് മക്കതോനിയരോട് പ്രശംസിച്ചു വരുന്ന നിങ്ങളുടെ മനസ്സൊരുക്കം ഞാൻ അറിയുന്നു. നിങ്ങളുടെ എരിവ് മിക്കവർക്കും ഉത്സാഹകാരണമായി തീർന്നിരിക്കുന്നു. അവിടെ എരിവുള്ള കുറച്ചുപേർ, ആത്മാവിൽ എരിവുള്ള ചില, എനിക്ക് ദൈവത്തിന് വേണ്ടി കൊടുക്കണം, എനിക്ക് ദൈവവേല സഹായിക്കണം, ദേശത്ത് രാജ്യത്ത് ഭൂഖണ്ഡങ്ങളിൽ ദൈവവേല വർദ്ധിച്ചു വരണം, അതിൽ വിപുലപ്പെടണം എന്ന ആഗ്രഹമുള്ള ചിലരുടെ മുമ്പിൽ വെളിപ്പെട്ട് വരുന്ന ഒരു ഭിന്നതയുടെ സ്പിരിറ്റ് ഉണ്ട്. ഈ ഭിന്നതയുടെ സ്പിരിറ്റ് എവിടെയൊക്കെ വരുന്നു എന്ന് അവനെ പഠിപ്പിക്കുന്നത്. നിനക്ക് ദൈവത്തോടുള്ള ആത്മാർത്ഥത കൂടിയാൽ ഇത് വെളിപ്പെടും. ദൈവ വേലയോടുള്ള എരിവ് കൂടിയാൽ ഇത് വെളിപ്പെടും. നീ ദൈവത്തിന് വേണ്ടി കൊടുക്കുവാൻ കരം നീട്ടിയാൽ ഇത് വെളിപ്പെടും. പിന്നെ നിങ്ങളുടെ ആത്മാവ് എവിടെയൊക്കെ വെളിപ്പെടുന്നു എന്ന് നാം തിരിച്ചറിഞ്ഞില്ലെങ്കിൽ നമ്മൾക്കിത് മാനുഷിക ഉപദേശമായി തോന്നും. ദൈവത്തിന് വേണ്ടും പോലെ നമ്മളെ ഉപയോഗിക്കുവാൻ കഴിയാത്ത തലത്തിൽ പിശാച് നമ്മളെ ബന്ധിച്ചു കളയും. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം നാം കേൾക്കുന്ന ദൈവവചനം നമ്മുടെ ജീവിതത്തിൽ ഹല്ലേലൂയ പ്രാവർത്തികമായി തീരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. 2 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 11-ാം അധ്യായം 2-ാം വാക്യത്തിൽ ഒരു മർമ്മം വെളിപ്പെടുകയാണ്. ഞാൻ നിങ്ങളെ കുറിച്ച് ദൈവത്തിന്റെ എരിവോടെ എഴുതിയിരുന്നു. ഞാൻ ക്രിസ്തു എന്ന ഏക പുരുഷന് നിങ്ങളെ നിർമ്മലകന്യയായി ഏൽപ്പിക്കാൻ വിവാഹം നിശ്ചയം ചെയ്തിരിക്കുന്നു. എന്നാൽ സർപ്പം ഹവ്വായെ ഉപായത്തെ ചതിച്ചപ്പോൾ നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകുമെന്ന് ഞാൻ ഭയപ്പെടുന്നു. അവിടെ പറയുന്ന ഒരു ആത്മീക മർമ്മമാണ്. എന്താ? ക്രിസ്തുവിന് വേണ്ടി ഒരു മണവാട്ടിയാക്കി സഭയെ എന്തെയ്യുന്നു? ഒരുക്കി വെച്ചിരിക്കുക. വിവാഹം നിശ്ചയം ചെയ്തിരിക്കുക. ഈ മർമ്മത്തെ വെളിപ്പെടുത്തുമ്പോൾ, ഈ മർമ്മങ്ങൾ, ദൈവിക മർമ്മങ്ങളെ സഭയോട് പറയുമ്പോൾ
ഇത് മനസ്സിലാകുന്നില്ല. ഈ ദൂത് എവിടുന്നാ വന്നേന്ന്? ഈ ആഴത്തിലുള്ള ദൂതുകൾ സഭയ്ക്കകത്ത് അത് നമ്മൾ ഡിക്ലെയർ ചെയ്യുമ്പോൾ ഇത് 100 പേരുണ്ട്, 100 പേരും ഗ്രഹിക്കുമെന്ന് നമ്മൾ ചിന്തിക്കരുത്. ഇത് മറ്റേ റബ്ബർ പന്ത് പോകുന്നത് പോലെ മുമ്പോട്ട് പോയി ഇടിച്ച് തിരിച്ചു വരും. ഏറ്റെടുത്തവർ കുറച്ചേ കാണത്തുള്ളൂ. ആ വാക്യത്തിൽ പറയുന്നു, സഭയെന്നു പറയുന്നത് ക്രിസ്തുവിന്റെ മണവാട്ടിയാണ്. ഒന്ന് വായിച്ച വാക്യം, ഞാൻ നിങ്ങളെ കുറിച്ച് ദൈവത്തിന്റെ എരിവോടെ. അവിടെ ഇത്രയും നേരം നമ്മൾ വായിച്ചത് ദൈവാലയത്തെ കുറിച്ചുള്ള എരിവ്, ദൈവവേലയെ കുറിച്ചുള്ള എരിവ്, ദൈവത്തിന് കൊടുക്കുന്നതിനെ കുറിച്ചുള്ള എരിവ്. എന്നാൽ ഇപ്പോൾ വായിക്കുന്നത് ദൈവത്തിന്റെ എരിവോടെ ഞാൻ എരിയുന്നു. ക്രിസ്തുവിനെ ഏകപുരുഷന് നിങ്ങളെ നിർമ്മല കന്യകയായി ഏൽപ്പിപ്പാൻ പാപനിശ്ചയം ചെയ്തിരിക്കുന്നു. ആമേൻ. ഒരു മർമ്മമാ വെളിപ്പെടുത്തിയേ, പക്ഷെ ഇത് എല്ലാവർക്കും പിടികിട്ടിയില്ല. ചിലയിടത്ത് ചില വചനത്തിന്റെ സത്യങ്ങളെ ദൈവത്തിന്റെ ആത്മാവും പ്രാർത്ഥനാ മുറിയിൽ വെളിപ്പെടുത്തിക്കൊണ്ട് ഡിക്ലെയർ ചെയ്യുമ്പോൾ ഇതാർക്കും വേണ്ട. അത്രയും ആത്മീയതയിലേക്കൊന്നും ചെയ്യണ്ട, ഇപ്പൊ പോകണ്ട. അവിടെയും വെളിപ്പെടാൻ സാധ്യതയുള്ള സ്പിരിറ്റാണ് സ്പിരിറ്റിംഗ് സ്പിരിറ്റ്. ആ പുള്ളി എപ്പോ വന്നാലും ഒരു ആത്മീക ദൂത് പറയും. അതുകൊണ്ട് ആ പുള്ളി എന്ത് ചെയ്യണ്ട, വിളിക്കണ്ട. ഇത് പറയുമ്പോൾ, ഇത് കേൾക്കുമ്പോൾ, ഇന്ന് വചനം കേൾക്കുന്ന നിങ്ങളും നമ്മളെല്ലാവരും ഒരുമിച്ച് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ സ്പ്ലിറ്റിംഗ് സ്പിരിറ്റിന്റെ സ്റ്റാർട്ടിംഗ് സ്റ്റേജുകൾ ഇതല്ല. എവിടെയൊക്കെ നിന്നെ മുടക്കുന്നു, നിന്റെ ആത്മീയതയ്ക്ക്, നിന്റെ ജീവിതത്തിൽ, നിന്റെ നന്മയ്ക്കെതിരായി എവിടെയൊക്കെ ഈ സ്പിരിറ്റ് വരുന്നോ, ആദ്യം നീ സെൻസ് ചെയ്യണം, ഈ സ്പിരിറ്റ് ദൈവത്തിൽ നിന്നാണോ പിശാചിൽ നിന്നാണോ? അല്ലെങ്കിൽ ദൈവ വചനപ്രകാരം ദൈവത്തിന്റെ ആത്മാവ് പറയുകയാണ്, അല്ലെങ്കിൽ ആത്മീക മർമ്മങ്ങളെ മനസ്സിലാകാത്ത ചിലർ. ഹല്ലേലൂയ. അപ്പോൾ അവരെന്താ ചെയ്യുന്നതെന്ന് അറിയാമോ? ഈ പറഞ്ഞ വ്യക്തിക്കുള്ള യോഗ്യതയെ അന്വേഷിച്ചു പോകും. അതാ ഞാൻ തുടക്കത്തിൽ പറഞ്ഞു. ഈ സ്പ്ലിറ്റിംഗ് സ്പിരിറ്റ് ഇവൻ ഇത്രയും വലിയ മർമ്മങ്ങളൊക്കെ പറയുമ്പോ പത്രോസിനെ പിടിച്ചു വെച്ചിരിക്കുക മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും ഒക്കെ. ഇവന്റെ വായിൽ നിന്ന് വരുന്ന തിരുവചനത്തിന്റെ ആഴങ്ങളൊക്കെ മനസ്സിലാക്കിയപ്പോ ഇവന്മാര് മുക്കുവന്മാരല്ലായിരുന്നു. ഇവന്മാർക്ക് ഈ ജ്ഞാനം എവിടുന്നു? യേശു ഈ ജ്ഞാനത്തെ കുറിച്ച്, യേശു പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി അതുപോലെ സഭയ്ക്കകത്ത്, ആലയത്തിനകത്ത് ശാസ്ത്രിമാരോട് പുരോഹിതന്മാരോട് വചനം പറഞ്ഞുകൊണ്ടിരുന്നപ്പോ ഇവർ പോയി ഹിസ്റ്ററി തപ്പി. ഇവൻ തച്ചന്റെ മകനല്ലേ, ഇവന്റെ അമ്മ മറിയല്ലേ, ഇവന്റെ സഹോദരങ്ങളില്ലേ, ഇവൻ വിദ്യാഭ്യാസമില്ലാത്തവനല്ലേ, ഇവനെങ്ങനെ സംസാരിക്കുന്നത്? ഇവനെ വാക്കിൽ കൊടുക്കേണ്ടതിന് തപ്പിക്കൊണ്ടോ? ഇന്ന് പകൽക്കാലം മനസ്സിലാക്കിക്കോളും, നീ എവിടെ നിന്ന് വചനം പറഞ്ഞാലും ആത്മീക മർമ്മം ഡിക്ലെയർ ചെയ്യുമ്പോഴും നിനക്ക് കിട്ടിയ ദൂത് നീ പൂർണ്ണമായി ഒരിക്കലും പന്നിക്കൂട്ടത്തിനകത്തിട്ട് കൊടുക്കരുത്. നിനക്ക് കിട്ടിയ വെളിപ്പാടുകൾ നീ പൂർണ്ണമായി ഒരിക്കലും ആകാത്തവരുടെ നടുക്കിട്ട് കൊടുക്കരുത്. അതും മുത്തുകളായി തിരിച്ചറിയുന്നവരുടെ നടുക്കലിട്ട് കൊടുത്താൽ ആത്മീക വർദ്ധനവിന് ദൈവത്തിന്റെ സഭയായ മണവാട്ടിയായ സഭയ്ക്ക് വേണ്ടി ദൈവം വെളിപ്പെടുത്തി തന്ന ദൂതുകൾ അവർക്ക് മാത്രമായി മേടിച്ചു കൊടുക്കണം. സ്പ്ലിറ്റിംഗ് സ്പിരിറ്റിന് നീങ്ങരുത്, അവസരം കൊടുക്കരുത്. ഇതിന് സാധ്യത അവിടെ കാണുന്നുണ്ട്. സ്തോത്രം. സ്പിരിറ്റിനെ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ഭിന്നതയുടെ സ്പിരിറ്റ്, ഈ എരിവ് എന്നുള്ള ആ ഒരു സംഗതി ഇപ്പൊ നമ്മൾ 3-4 തലങ്ങളെ കുറിച്ച് ചിന്തിച്ചു. ആത്മാവിൽ എരിവുള്ളവർക്ക് ദൈവവേലയ്ക്ക് വേണ്ടി കൊടുക്കുവാൻ പോകും. ദൈവത്തെ കുറിച്ചുള്ള എരിവുണ്ടായിരിക്കും, ദൈവത്തിന്റെ ആലയത്തെ കുറിച്ചുള്ള എരിവുണ്ടായിരിക്കും, വചനത്തിന്റെ മർമ്മങ്ങളെ കുറിച്ചുള്ള എരിവുണ്ടായിരിക്കും, വചനത്തെ മറ്റുള്ളവരോട് സംസാരിക്കണമെന്ന്, വചനത്തിന്റെ ആഴങ്ങളെ ഭൂമിയുടെ അറ്റത്തോളം എത്തണമെന്നുള്ള എരിവുണ്ടായിരിക്കും. ഇവിടെയൊക്കെയും ഭിന്നതയുടെ സ്പിരിറ്റ് വെളിപ്പെടും. ഇന്ന് പകൽക്കാലം ശുഷ്കാന്തി ഉള്ളവരുടെ മുമ്പിലും ഈ സ്പിരിറ്റ് വെളിപ്പെടും. ഹല്ലേലൂയ. എന്താ പറയുന്നത് നമുക്കൊന്ന് നോക്കാം. ഹല്ലേലൂയ. ഇത് വർദ്ധിച്ചു കഴിഞ്ഞാൽ സഭയെ ഉപദ്രവിക്കുവാനിടയായി തീരും. ശുഷ്കാന്തി വർദ്ധിച്ചു കഴിഞ്ഞാൽ, ചിലർക്ക് ശുഷ്കാന്തി അങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇന്ന് മണിപ്പൂരിൽ കാണുന്നത് പോലെ ചില പ്രവൃത്തികൾ ചെയ്യും. മതത്തിന്റെ ശുഷ്കാന്തി, 2 പേർ കൂടി നിന്ന് പറയുന്നു ആ പാസ്റ്റർ നമുക്ക് ഉപദ്രവിക്കണം, അപ്പൊ ശുഷ്കാന്തി വന്നു. അതുവരെ ഇല്ലാത്ത ഒരു ഇൻട്രസ്റ്റ്, ഒരു താല്പര്യം, ശുഷ്കാന്തി.
ഇതിങ്ങോട്ട് വന്നു കഴിയുമ്പോ 2 പേര് 3 പേര് 3 പേര് 5 പേര് 5 പേര് 10 പേര്. അതാണ് കഴിഞ്ഞ ദിവസം നമ്മൾ പാലക്കാട് കണ്ടത്. സുവിശേഷം അറിയിക്കുവാൻ പോയവരുടെ അടുത്തേക്ക് എന്ത് ചെയ്തു? അവിടെയുള്ള യൂണിയൻകാർ വന്നിട്ട് പറഞ്ഞു, ഇവിടെ ഈ പരിപാടി നടക്കുന്നില്ല. കുറച്ചുപേര് മിണ്ടാതെ നിൽക്കുക, കുറച്ചുപേര് അതിനോട് എതിർക്കുക. പോലീസ് ആക്ഷൻ മേടിച്ചിട്ട് മയക്കുമരുന്നിനും മദ്യത്തിനുമെതിരെ സുവിശേഷം പറയുവാൻ പോയവർക്കെതിരെ ചില യൂണിയൻകാർ വന്ന് ശബ്ദമുയർത്തുമ്പോൾ അവിടെ നാം മനസ്സിലാക്കണം, അവിടെ വ്യാപരിച്ച സ്പിരിറ്റ്, ശുഷ്കാന്തിയുടെ സ്പിരിറ്റ്. 2 പേര് പോയപ്പോൾ 3 പേരും കൂടെ പോയി. ഇവർ പോകുന്ന കാര്യത്തിനകത്തൊരു ശുഷ്കാന്തി വർദ്ധിച്ചു. ആളുകളുടെ എണ്ണം കൂടിയപ്പോൾ ഇത് നിർത്താമെന്ന് ചിന്തിക്കുകയാണ്. ഹല്ലേലൂയ. കാലങ്ങളായി നോക്കുകയാണ് ക്രിസ്ത്യാനിത്വത്തെ നശിപ്പിച്ചു കളയുവാൻ, വചനത്തെ മുടിച്ചു കളയുവാൻ, വചനം വളരാതിരിക്കാൻ ബൈബിൾ കത്തിച്ചു കളയുന്നു, ക്രിസ്ത്യാനികളെ കൊന്നു തുടങ്ങുന്നു. ഇതുകൊണ്ടൊന്നും നശിച്ചു പോകുന്ന ഒന്നല്ല ക്രിസ്ത്യാനിത്വം. ഇവർക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. 2023 വർഷം കഴിഞ്ഞിട്ടും അതിൽ ക്രിസ്ത്യാനിത്വം മുടിച്ചു കളയാൻ ഇവർക്ക് കഴിഞ്ഞിട്ടില്ല. കാരണം അതിൽ സ്വർഗത്തിൽ ഒരു ദൈവം ന്യായാധിപനായിട്ടുണ്ട്. അവനാണ് നമുക്ക് വേണ്ടി ന്യായം വിധിക്കുന്നത്. ഇന്ന് പകൽക്കാലം കേൾക്കപ്പെട്ട വചനത്തിന്റെ മുമ്പിൽ ശുഷ്കാന്തി ഉള്ളവരായി, ഭിന്നതയുടെ സ്പിരിറ്റിലല്ല, ആത്മാവിൽ ശുഷ്കാന്തി ഉള്ളവരായി തീരണം. ഹല്ലേലൂയ. ശുഷ്കാന്തി ഉള്ളവർ എന്തൊക്കെ ചെയ്യും നമുക്ക് നോക്കാം. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ. തന്റെ തന്നെ സാക്ഷ്യം പൗലോസോട് പറയുകയാണ്. മതത്തിൽ ഈ സ്പിരിറ്റ് വെളിപ്പെട്ട് കഴിഞ്ഞാൽ, സഭയ്ക്കകത്ത് ഈ സ്പിരിറ്റ് വെളിപ്പെട്ട് കഴിഞ്ഞാൽ എന്തൊക്കെ ചെയ്യുമെന്നും എങ്ങനെയൊക്കെ സ്പിരിറ്റ് ആക്ടിവേറ്റ് ആകുമെന്നും ആളുകൾ ഇവിടെ കാണുവാൻ കഴിയും. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ. ഒടുവിൽ എന്റെ സഹോദരന്മാരെ, കർത്താവിൽ സന്തോഷിപ്പിക്കും. അതേ കാര്യം നിങ്ങൾക്ക് പിന്നെയും എഴുതുന്നതിൽ എനിക്ക് മടുപ്പില്ല. നിങ്ങൾക്ക് അത് ഉറപ്പുമാകുന്നു. നായ്ക്കളെ സൂക്ഷിപ്പിക്കും, ആകാത്ത വേലക്കാരെ സൂക്ഷിപ്പിക്കും, വിച്ഛേദനക്കാരെ സൂക്ഷിപ്പിക്കും. നാമല്ലോ പരിച്ഛേദനക്കാർ. ദൈവത്തിന്റെ ആത്മാവ് കൊണ്ട് ആരാധിക്കുകയും ക്രിസ്തുയേശുവിൽ പ്രശംസിക്കുകയും ജഡത്തിൽ ആശ്രയിക്കാതിരിക്കുകയും ചെയ്യുന്ന നാം തന്നെ. ആരാണ്? ജഡത്തിൽ ആശ്രയിക്കാതിരിക്കുന്ന നാം, ക്രിസ്തുവിന്റെ ആത്മാവിനോടുകൂടി ആരാധിക്കുന്ന നാം, ദൈവത്തിന്റെ മക്കളായ നാം. വായിച്ചേ. പക്ഷേ എനിക്ക് ജഡത്തിലും ആശ്രയിക്കാൻ വകയില്ല. അവിടെ ജഡത്തിൽ ആശ്രയിക്കുവാൻ ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാ പൗലോസ്. ഹല്ലേലൂയ. പൗലോസ് അവിടെ പറയുകയാണ്, മറ്റാർക്കാരും ജഡത്തിൽ ആശ്രയിക്കാമെന്ന് തോന്നിയാൽ എനിക്ക് അധികം. 8-ാം നാളിൽ പരിച്ഛേദനയേറ്റവൻ, ഇസ്രായേൽ ജാതിക്കാരൻ, ബെന്യാമീൻ ഗോത്രക്കാരൻ, എബ്രായരിൽ ജനിച്ച എബ്രായൻ, ന്യായപ്രമാണം സംബന്ധിച്ച് പരീശൻ, ശുഷ്കാന്തി സംബന്ധിച്ച് സഭയെ ഉപദ്രവിച്ചവൻ. ശുഷ്കാന്തി സംബന്ധിച്ച് ആരെ ഉപദ്രവിച്ചു? സഭയെ ഉപദ്രവിച്ചു. ദൈവത്തിന്റെ സ്വന്തം സഭയെ ശുഷ്കാന്തി വന്നപ്പോ ഉപദ്രവിക്കുക. ആത്മാവിനുള്ള ശുഷ്കാന്തിയും സ്പിരിറ്റിംഗ് സ്പിരിറ്റിലുള്ള ശുഷ്കാന്തിയും കണ്ടോ? ഇവന്റെ മേൽ വ്യാപരിച്ചിരുന്ന സ്പിരിറ്റിംഗ് സ്പിരിറ്റിന്റെ ശുഷ്കാന്തിയാണ് ഇവനെ സഭയെ ഉപദ്രവിക്കുവാൻ ഇടയാക്കിയത്. എന്നാൽ ആത്മാവിൽ ശുഷ്കാന്തി വന്നപ്പോൾ ഇവനെന്ത് ചെയ്തു? അല്ലെങ്കിൽ ഇവൻ ആത്മാക്കളെ പിടിക്കുവാൻ ഓടി തുടങ്ങി. അല്ലെങ്കിൽ ഇന്ന് പകൽക്കാലം നമ്മൾ പ്രാർത്ഥിച്ചപ്പോൾ പറഞ്ഞു, മണിപ്പൂരിൽ ദൈവസഭയ്ക്കെതിരായി, ദൈവദാസന്മാർക്കെതിരായി കരമുയർത്തിയ ഒരാൾ പോലും നഷ്ടപ്പെട്ടു പോകാതെ സകലരും ലോക രാജ്യങ്ങളിൽ യേശുവിന് വേണ്ടി ആദായപ്പെടണം. യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. അതാണ് നമ്മുടെ ആഗ്രഹം. അവർ നശിച്ചു പോകണം, അവരുടെ മേൽ തീ വീഴണം, അവര് ഹല്ലേലൂയ മുടിഞ്ഞു പോകണമെന്നല്ല. അവര് ദൈവത്തിനു വേണ്ടി നേടിയെടുക്കുവാൻ ഹല്ലേലൂയ ദൈവത്തിന്റെ ആത്മാവിന് പകൽക്കാലം ഇടയാക്കി തീർക്കണം. ഹല്ലേലൂയ. ആ ഒരു ശുഷ്കാന്തിയിലേക്ക് മാറ്റപ്പെടണം. ഈ മതത്തിന്റെ ശുഷ്കാന്തിയിൽ നിന്ന് കഴിഞ്ഞാൽ സംഭവിക്കുന്നതായി ഇപ്പൊ മണിപ്പൂരിൽ നടക്കുന്നത്. അങ്ങനെ ശുഷ്കാന്തി ഉള്ളവരാകുവാനല്ല നിങ്ങൾ വേർപെട്ട കൂട്ടമായി, വേർപെട്ട സഭയ്ക്കകത്ത് വേർപെട്ട രീതിയിൽ നീ ആയിരിക്കുന്ന നിന്റെ പൊസിഷനിൽ നിന്ന് നിന്നെ ദൈവം ഇറക്കി ആലയത്തിൽ ഹല്ലേലൂയ പല രീതിയിൽ പല തട്ടിലിരിക്കുന്നവരോട് കൂടെ ഇരുത്തി ഹല്ലേലൂയ നിന്നെ ആരാധിപ്പിക്കുന്നതിന്റെ കാരണം ഹല്ലേലൂയ അവിടെ നീ ഒന്ന് താഴണം. നിന്റെ പ്രശംസയോ നിന്റെ ഉള്ളിലിരിക്കുന്ന ശുഷ്കാന്തിയോ ഒന്നും എന്ത് ചെയ്യണ്ട, അവിടെ വെളിപ്പെടുത്തണ്ട. നീ ആത്മാവിൽ ശുഷ്കാന്തി ഉള്ളവനായി തീരണം. ഹല്ലേലൂയ. മതത്തിൽ ഈ സ്പിരിറ്റ് ചെയ്യുവാനായിട്ട് ഉപയോഗിക്കുന്നു എന്ന് നമുക്ക് കാണുവാനിടയായി ചേർന്നു. ഹല്ലേലൂയ. അവരുടെ വാക്യങ്ങൾ വായിച്ചില്ലേ? ഇസ്രായേൽ ജാതിക്കാരൻ, ബെന്യാമീൻ ഗോത്രക്കാരൻ, എബ്രായ
ഇസ്രായേലിൽ ജനിച്ച എബ്രായൻ, ന്യായപ്രമാണം സംബന്ധിച്ച് പരീക്ഷ, ശുഷ്കാന്യം സംബന്ധിച്ച് സഭയെ ഉപദ്രവിച്ചു, ന്യായപ്രമാണത്തെ നീതി സംബന്ധിച്ച് കൊലോസ്യ ലേഖനം 4-ാം അധ്യായം 13-ാം വാക്യം. കൊലോസ്യ ലേഖനം 4-ാം അധ്യായം 13-ാം വാക്യത്തിൽ ദൈവവേല നിമിത്തം പ്രയാസപ്പെടുന്ന ദൈവദാസന്മാർ ഈ തീക്ഷ്ണത വെളിപ്പെടുമ്പോഴും ഭിന്നത സഭയിൽ വെളിപ്പെടുവാൻ സാധ്യതയുണ്ട്. നിങ്ങൾക്കും ലൗദിക്കക്കാർക്കും അവൻ വളരെ പ്രയാസപ്പെടുന്നുള്ളത് ഞാൻ സാക്ഷി. ഒരു ദൈവദാസൻ 3 സഭകൾക്ക് വേണ്ടി എന്ത് ചെയ്യാം? വളരെയധികം ഭാരപ്പെട്ട് പ്രയാസപ്പെട്ട് അവനാൽ ആകുവോളം കഷ്ടപ്പെടുകയാണ്. ചില രാജ്യങ്ങളെ കുറിച്ച് ചില ദർശനം ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. നമ്മൾ ആ രാജ്യങ്ങളെ ഓർത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, ദൈവിക പ്രവർത്തി വെളിപ്പെടാൻ വേണ്ടി, ദൈവിക ആലോചന. അതിന് കാരണം എന്താ പറയുക? ആത്മാവ് ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ ആത്മാവ് നമുക്ക് എന്ത് ചെയ്യും? ചില രാജ്യങ്ങളെ കുറിച്ചുള്ള ഭാരം തരും, ചില സംസ്ഥാനങ്ങളെ കുറിച്ചുള്ള ഭാരം തരും. ആലോചിക്ക, അങ്ങനെ എരിവോടുകൂടെ ഓടുന്ന, തീഷ്ണതയിൽ ഓടുന്ന, പ്രയാസപ്പെടുന്ന ഒരു ദൈവദാസനെ നമ്മളിവിടെ കാണുന്നത്. ആലോചിക്ക, ഈ പ്രയാസപ്പെടുന്ന ദൈവദാസനെതിരെയും ഭിന്നത വെളിപ്പെടാം. ഇത്രയൊന്നും ഓടി നടന്ന് എന്ത് ചെയ്യണ്ട, നീ വേലയൊന്നും ചെയ്യണ്ട, ഇത്രയൊന്നും കഷ്ടപ്പെട്ട് നീ വേല ചെയ്യാനൊന്നും ദൈവം പറയുന്നില്ലെന്ന് പറയുന്ന കൂട്ടരും എവിടെ വെളിപ്പെടാം? സഭയ്ക്കകത്ത് വെളിപ്പെടുവാനുള്ള സാധ്യത ഉണ്ട്. ഹല്ലേലൂയ. ഇവിടെ നമുക്ക് നോക്കുമ്പോൾ ഈ ഞാൻ പറയുകയുണ്ടായി, ദൈവവചനത്തിനകത്ത് ഈ സ്പിരിറ്റ്, സ്പ്ലിറ്റിംഗ് സ്പിരിറ്റിന്റെ കൂടെ ആക്ടിവേറ്റ് ചെയ്യുന്ന ഒരു സ്പിരിറ്റ് ആണ് അസൂയയുടെ സ്പിരിറ്റ്. ഈ അസൂയയുടെ സ്പിരിറ്റ് എങ്ങനെയാണ് ആക്ടിവേറ്റ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. അപ്പോസ്തല പ്രവൃത്തി 5-ാം അധ്യായം 16 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ഭിന്നത അവിടെ കാണുവാൻ സാധിക്കുന്നു. അപ്പോസ്തല പ്രവൃത്തി 5-ാം അധ്യായം 16 മുതൽ 18 വരെ. അതുകൂടാതെ യെരൂശലേമിന് ചുറ്റുമുള്ള പട്ടണങ്ങളിൽ നിന്ന് പുരുഷാരം വന്നുകൂടി. പുരുഷാരം യെരൂശലേമിന് ചുറ്റുമുള്ള പട്ടണങ്ങളിൽ നിന്ന് വന്നുകൂടുകയാണ്. രോഗികളെയും അശുദ്ധാത്മാക്കൾ ബാധിച്ചവരെയും കൊണ്ടുവരികയും അവർ എല്ലാവരും സൗഖ്യം പ്രാപിക്കുകയും അവർ സഭയ്ക്കകത്ത് വരുന്നവരൊക്കെ സൗഖ്യം പ്രാപിക്കുകയാണ്. അവൻ ഏത് വിഷയത്തിൽ ഭാരത്തോടെയാണോ കടന്നു വരുന്നത്, ആ വിഷയത്തിന് വിടുതൽ പ്രാപിക്കുന്ന ഒരു കൂട്ടം, ഒരു ജനം, ഒരു സഭ ഉള്ളെടുത്ത് പട്ടണത്തിന് പുറത്തു നിന്നും ജനം വരികയാണ്. അങ്കമാലി പട്ടണത്തിന് പുറത്തു നിന്നും അങ്കമാലിയിൽ ജനം വരികയാണ്. എന്തിനാ? അവരുടെ രോഗം മാറാൻ, അവരുടെ ക്ഷീണം മാറാൻ, അവരുടെ പ്രയാസങ്ങൾ മാറിപ്പോകാൻ, അവരുടെ ബന്ധനങ്ങൾ അഴിഞ്ഞു പോകാൻ. ഇങ്ങനെ ഒരു ജനം വരുമ്പോൾ അവിടെ വെളിപ്പെടുന്ന ഒരു സ്പിരിറ്റ് ഉണ്ട്. അവരെല്ലാവരും സൗഖ്യം പ്രാപിക്കുകയും ചെയ്യും. പിന്നെ മഹാപുരോഹിതനും സദൂക്യരുടെ മതക്കാരായ അവന്റെ പക്ഷക്കാരൊക്കെയും അസൂയ നിറഞ്ഞ് എഴുന്നേറ്റ് അപ്പോസ്തലന്മാരെ പിടിച്ച് പൊതുതടവിലാക്കി. ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടുമ്പോൾ ദൈവത്തിന്റെ മതത്തിൽ ഉള്ളവരാണ്, ദൈവത്തെ ഞങ്ങൾ സേവിക്കുന്നവരാണെന്ന് പറയപ്പെടുന്ന ഈ വ്യക്തികൾക്കകത്ത് ഒരു സ്പിരിറ്റ് വെളിപ്പെടുക, അസൂയയുടെ സ്പിരിറ്റ്. എന്താ? ഈ പറയുന്ന ദേശത്തുള്ളവരാണെങ്കിൽ പോട്ടെ, ഇത് ഈ ദേശവും കഴിഞ്ഞ ആൾക്കാർ വരിക, അതിര് കടന്ന് പലരും വന്ന് സഭയിൽ വന്ന് ഈ കൂട്ടർ ഇങ്ങനെ വിട്ടാൽ എന്ത് ചെയ്യില്ല, നമ്മുടെ സഭയും നമ്മുടെ കൂട്ടരും നമ്മുടെ ആലയം ഒഴിഞ്ഞു പോകും, നിർമൂലമായി പോകും. അതുകൊണ്ട് തന്നെ ഇവരിൽ പിശാച് പ്രവർത്തിച്ചു. ഇവിടെ പത്രോസിനെയും ദൈവത്തിന്റെ യേശുവിന്റെ ശിഷ്യന്മാരെയും യേശുവിന്റെ സ്വർഗാരോഹണത്തിന് ശേഷം അല്ലെങ്കിൽ ശുശ്രൂഷയ്ക്കായി പോകുന്ന സമയത്ത് അല്ലെങ്കിൽ പുരോഹിതന്മാരും ന്യായശാസ്ത്രന്മാരൊക്കെ പിടിച്ച് അവരെ കുറ്റവിധിക്കുമ്പോ അല്ലെങ്കിൽ അവിടെ പത്രോസ് പറയുന്ന ഒരു കാര്യമുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ ക്രൂശിച്ചു കൊന്ന നസ്രയനായ യേശുവിനെ കുറിച്ച് ഞങ്ങൾ പറയാതിരുന്ന പിന്നെ ആര് പറയും? അല്ലെങ്കിൽ നിങ്ങൾ ചെയ്തത് എന്താ? ഇതിനു മുമ്പ് വന്ന സകല പ്രവാചകന്മാരെയും കൊന്നു കളഞ്ഞു. നിങ്ങൾ ചെയ്തത് എന്താ? ദൈവത്തിന്റെ പുത്രനെ ക്രൂശിക്കൊന്നു കളഞ്ഞു. ഇനി നിങ്ങളെ കൊണ്ട് ഒരു ദൈവിക നീതി ചെയ്യാനില്ല, അതുകൊണ്ട് ഞങ്ങൾക്ക് ഇത് ചെയ്യാതിരിക്കാൻ പറ്റത്തില്ലെന്ന് പറയുമ്പോ ഇവരുടെ ദൈവത്തിന്റെ പ്രവൃത്തിയെ ബ്ലോക്ക് ചെയ്യുന്ന ചില പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്ന കൂട്ടരാണ് ചില മതത്തിന്റെ ആൾക്കാർ.
ഇവിടെ നാം മനസ്സിലാക്കണം, ഈ സ്പ്ലിറ്റിംഗ് സ്പിരിറ്റ് മതത്തിനകത്ത് പുരോഹിതവർഗ അല്ലെങ്കിൽ ഒരു ലീഡർഷിപ്പിനകത്ത് വെളിപ്പെടുന്നത് ഒരിക്കലും സ്പ്ലിറ്റിംഗ് സ്പിരിറ്റ് ആയിട്ടല്ല, അസൂയയുടെ സ്പിരിറ്റ് ആയിട്ടാണ്. ഈ അസൂയയുടെ സ്പിരിറ്റിലാണ് അവിടെ നാം വായിക്കുന്നത്. വായിച്ചാൽ അവർ ചെയ്ത പ്രവൃത്തി എന്താ? അവിടെ 1-ാം വാക്യത്തിൽ പറയാം, അവർ രോഗികളെ സൗഖ്യമാക്കി, ഭൂതങ്ങളെ പുറത്താക്കി. ഇത് അത്ര വലിയ തെറ്റാണോ? ലോകത്തിന് സമാധാനം ഉണ്ടാകുവാൻ വേണ്ടിയല്ലേ മണിപ്പൂരിലുള്ള വ്യക്തികൾ പ്രാർത്ഥിക്കുന്നത്? അവരുടെ കുടുംബം നേരോടെ വിശ്വസ്തയോടെ നിൽക്കേണ്ടതിനല്ലേ മണിപ്പൂരിലുള്ളവർ പ്രാർത്ഥിക്കുന്നത്? നിനക്കെതിരായി നീ നശിച്ചു പോകണമെന്ന് ഒരു വാക്കുകൊണ്ട് പോലും പ്രാർത്ഥിക്കാത്ത ജനത്തെ എന്തിനാ നീ മുടിപ്പിക്കുവാൻ നോക്കുന്നേ? എന്തിനാ നീ നശിപ്പിക്കുവാൻ നോക്കുന്നേ? 2023 വർഷം മുമ്പ് തുടങ്ങിയ കാര്യമായത്. അല്ലെങ്കിൽ ഇന്ന് വരെ ഇത് സാധിച്ചെടുക്കുവാൻ നിനക്ക് കഴിഞ്ഞിട്ടില്ല, ഇനിയുള്ള കഴിയത്തുമില്ല. ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ ആത്മാവ് ഹല്ലേലൂയ ഓൺലൈനിലൂടെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളോട് പറയുന്ന കാര്യം എന്താണെന്നറിയാമോ? അത് ഒരു ശക്തിക്കും ഒരു പാതാള ഗോപുരത്തിനും അതിന് സഭയെ തകർക്കുവാൻ കഴിയത്തില്ല. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശു എന്ന അടിസ്ഥാനത്തിൽ പണിതിരിക്കുന്ന സഭയെ അതിന് ദൈവം വളർത്തുവാനിടയായി തീരും. ഒരു ഭിന്നതയുടെ സ്പിരിറ്റിനോ, ഒരു സ്പ്ലിറ്റിംഗ് സ്പിരിറ്റിനോ, ഒരു അസൂയയുടെ സ്പിരിറ്റിനോ അതിനെ തകർക്കുവാൻ കഴിയത്തില്ല. പ്രിയ ദൈവമക്കളെ, അങ്കമാലിയിൽ നിന്നും കേരളത്തിന്റെ ഒരു കോണിൽ നിന്നും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു കൂട്ടമുണ്ട്. ഹല്ലേലൂയ. മണിപ്പൂരിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന, ഇന്ത്യക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, അന്യ ഭൂഖണ്ഡങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, യൂറോപ്യൻ രാജ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, അമേരിക്കൻ ഐക്യനാടുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു കൂട്ടമുണ്ട്. ഇതുപോലെ ലോകത്തിന്റെ പലയിടങ്ങളിലും അതിന് ദൈവമക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ്. നിന്റെ ശക്തിക്കോ, നിന്റെ ബലത്തിനോ, നിന്റെ ആയുധങ്ങൾക്കോ ഞങ്ങളെ തകർക്കുവാൻ കഴിയത്തില്ല. ഇന്ന് പകൽക്കാലം ഞങ്ങളുടെ മേൽ വ്യാപരിക്കുന്ന ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളെ ശോധന ചെയ്യുവാനിടയായി തീരട്ടെ. ഈ ദൈവത്തിലേക്ക് നിങ്ങളെ ആദായപ്പെടുത്തുവാനിടയായി തീരട്ടെ. സ്പ്ലിറ്റിംഗ് സ്പിരിറ്റ് അവരെ തടവിലാക്കുവാനിടയായി തീർന്നു. അല്ലെങ്കിൽ പകൽക്കാലം നാം തിരിച്ചറിയണം, നാം നല്ലത് ചെയ്താലും നമുക്ക് ലോകപ്രകാരം ലഭിക്കുന്നത് വേദനയായിരിക്കാം, പ്രയാസമായിരിക്കാം, ജയിലായിരിക്കാം, അല്ലെങ്കിൽ അടിയായിരിക്കാം. എന്തുമായിരുന്നാലും നീ പിന്നോട്ട് പോകരുത്. ഇന്ന് പകൽക്കാലം നിന്റെ മേൽ വ്യാപരിക്കുന്ന ഗണത്തിന്റെ ആത്മാവിന്റെ ശക്തിയല്ല, പരിശുദ്ധി ആത്മാവിന്റെ ശക്തിയാണ് നിന്റെ ഉള്ളിൽ വ്യാപരിക്കുന്നത്. ആത്മാവിൽ നിറഞ്ഞവനായി ആത്മാവിന്റെ ശക്തിയോടെ ജനത്തിന് വേണ്ടി, ഹല്ലേലൂയ, ജനത്തെ രക്ഷിക്കുവാൻ വേണ്ടി, പാപമോചനത്തിന് വേണ്ടി പോരാടുവാൻ നിന്നെ വിളിച്ച് പോരാടിയാണ്. ഇന്ന് പകൽക്കാലം നിന്റെ ജോലി ഒരു പ്രശ്നമല്ല, ഇന്ന് പകൽക്കാലം നിന്റെ സ്റ്റാറ്റസ് ഒരു പ്രശ്നമല്ല. നിന്നെ വിളിച്ചത് ആരാണ്? ഇന്ന് പകൽക്കാലം നീ തിരിച്ചറിയണം. നസ്രയനായ യേശു നിന്നെ വിളിക്കുവാനിടയായി തീരുകയാണ്. ഹല്ലേലൂയ. അസൂയയുടെ സ്പിരിറ്റ് വെളിപ്പെട്ടപ്പോൾ അവരെ തടവിലാക്കുവാൻ ഇടയായി തീർന്നു. 13-ാം അധ്യായം 44-45 വാക്യം വായിക്കുമ്പോൾ അവിടെയും സ്പ്ലിറ്റിംഗ് സ്പിരിറ്റിന്റെ ആക്ടിവിറ്റീസ് നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പോസ്തല പ്രവൃത്തി 13-ാം അധ്യായം 44-45. ദൈവവചനം കേൾക്കുവാൻ വന്നുകൂടി. യഹൂദന്മാരോ പുരുഷാരത്തെ കണ്ട് അസൂയ നിറഞ്ഞവരായി ദുഷിച്ചുകൊണ്ട് ഇവർ ദൈവത്തിന്റെ സ്വന്തം ജനമെന്ന് പറയുന്നവരാണ്. ദൈവത്തോട് കൂടെ വസിക്കുന്ന ന്യായപ്രമാണം കലക്കി കുടിച്ചവരാണ്. ഇവിടെ ചെയ്യുന്ന പ്രവൃത്തി ജനത്തെ മോചിപ്പിക്കുക, ജനത്തെ പാപത്തിൽ നിന്ന്, രോഗത്തിൽ നിന്ന്, ശാപത്തിൽ നിന്ന് മോചിപ്പിക്കുന്നത് കാണുമ്പോൾ ഇവന്റെ ഉള്ളിൽ അസൂയ വെളിപ്പെടുക. ഇവൻ ഏത് ദൈവത്തിന്റെ ആത്മാവിന് കീഴടങ്ങിയവനാണ്. ഇന്ന് പകൽക്കാലം സഭയ്ക്കകത്ത്, വീടിനകത്ത് ദൈവപ്രവൃത്തി വെളിപ്പെടുമ്പോൾ അതിനകത്ത് അസൂയ വെളിപ്പെടുന്നുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം നീ തിരിച്ചറിയണം, നിന്റെ ഉള്ളിൽ വ്യാപരിക്കുന്ന ആത്മാവിന്റെ സ്പിരിറ്റ് അല്ല, അല്ലെങ്കിൽ ആ സ്പിരിറ്റ് ദൈവത്തിന്റെ അല്ല, അല്ലെങ്കിൽ ആ സ്പിരിറ്റ് പിശാചിന്റെ സ്പിരിറ്റ് ആണ്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ആരെയും വായിച്ചാട്ടെ. യഹൂദന്മാരെ പുരുഷാരത്തെ കൊണ്ട് അസൂയ നിറഞ്ഞവരായി ദുഷിച്ചുകൊണ്ട് പൗലോസ് സംസാരിക്കുന്നതിൽ എതിർ പറഞ്ഞു. അപ്പോൾ പൗലോസും ബർന്നബാസും ധൈര്യം കൊണ്ട് ദൈവവചനം ആദ്യം നിങ്ങളോട് പറയുന്നത് ആവശ്യമായിരുന്നു, എന്നാൽ നിങ്ങൾ അതിനെ തള്ളി നിങ്ങളെ തന്നെ നിത്യജീവൻ അയോഗ്യരെന്ന് വിധിച്ചു കളയുന്നതിനാണ് ഇതാ ഞങ്ങൾ ജാതികളിലേക്ക് തിരിയുന്നു. അവർക്ക് വേണ്ടി മാത്രമായി വെളിപ്പെട്ടു വന്നൊരു ദൈവം അവരെ, ദൈവത്തിന്റെ സ്വന്തം ജനത്തെ മാത്രം വേർതിരിക്കുവാൻ, അവരെ സ്വർഗത്തിന് ഹല്ലേലൂയ
അനുരൂപമാക്കി സ്വർഗത്തിലേക്ക് അവരെ കൊണ്ടുപോകണമെന്ന് ചിന്തിക്കുവാനിടയായി തീർന്ന ആ ദൈവത്തിന്റെ ആ വലിയ മനം തിരിയുക. അവരെ വിട്ട് ജാതികളിലേക്ക് നിങ്ങൾക്ക് വേണ്ടെങ്കിൽ വേണ്ടെന്ന്. ഹല്ലേലൂയ. നിങ്ങൾക്ക് ദൈവവചനം കേൾക്കുവാൻ താല്പര്യമില്ലെങ്കിൽ അത് സംസാരിക്കുവാൻ അല്ലെങ്കിൽ അത് കേൾക്കുവാൻ വിടുതൽ വേണ്ടിയ ഒരു ജനമുണ്ട്. ജാതികളുടെ ഇടയിലുണ്ട്. ഞാൻ അങ്ങോട്ട് പോകും. ഇവിടെ പറയുന്നതാ. ഹല്ലേലൂയ. നിങ്ങളോട് ഇത് പറയേണ്ടത് ആവശ്യമില്ലായിരുന്നു. നിങ്ങൾക്ക് ഇത് മുമ്പേ വെളിപ്പെട്ട സംഗതിയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഹല്ലേലൂയ ഇത് കൊണ്ട് കൊടുക്കേണ്ട ഒരു സ്ഥലമുണ്ട് ജാതികളുടെ ഇടയിൽ. അവിടെ കൊണ്ട് കൊടുക്കാൻ പോകും. ഇന്ന് പകൽക്കാലം ലോകത്തിന്റെ സകല രാജ്യത്തും അല്ലെങ്കിൽ എല്ലാ സംസ്ഥാനങ്ങളിലും ആരൊക്കെ തടുത്താലും ആരൊക്കെ എതിർത്താലും വളർന്നു വരുന്ന ഒരു കൂട്ടമുണ്ടെങ്കിൽ അത് ക്രിസ്ത്യാനിത്വം. കാരണം എന്താ പറയാമോ? ദൈവത്തിന്റെ പദ്ധതിയെ സകല മനുഷ്യരും രക്ഷ പ്രാപിക്കണം എന്നുള്ളത്. ഹല്ലേലൂയ. അതൊരു മനുഷ്യന് തകർക്കുവാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നു റോമർക്ക് എഴുതിയ ലേഖനം 13-ാം അധ്യായം 12 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ നിർത്തി വായിച്ചാൽ. റോമർക്ക് എഴുതിയ രാത്രി കഴിവാറായി, പകലടുത്തിരിക്കുന്നു. അതുകൊണ്ട് നാം ഇരുട്ടിന്റെ പ്രവൃത്തികളെ വെച്ച് കളഞ്ഞ് വെളിച്ചത്തിന്റെ ആയുധവർഗം ധരിച്ചു കൊടുക്കാം. പകൽ സമയത്തെന്ന പോലെ നാം മര്യാദയെ നടക്കാം. വെറുക്കുത്തുകളിലും മദ്യപാനങ്ങളിലുമല്ല, ശയനമോഹങ്ങളിലും ദുഷ്കാമങ്ങളിലുമല്ല, പിണക്കത്തിലും അസൂയയിലുമല്ല, കർത്താവായ യേശുക്രിസ്തുവിനെ തന്നെ ധരിച്ചുകൊള്ളു. മോഹങ്ങൾ ജനിക്കുവാൻ ജഡത്തിനായി ചിന്തിക്കരുത്. ആ വാക്യം നമ്മുടെ ഹൃദയത്തിൽ അടിവരയാണ്. മോഹങ്ങൾ ജനിക്കുമാറും ജഡത്തിനായി നാം ചിന്തിക്കരുത്. നമ്മളെ വിളിച്ചു വേർതിരിച്ചതും നമ്മളെ ദൈവസന്നിധിയിൽ നിർത്തിയിരിക്കുന്നതും ദൈവത്തിന്റെ പദ്ധതി പ്രകാരം ജഡത്തിന്റെ ഒരു ആക്ടിവിറ്റീസും ചെയ്യുവാനല്ല. ഹല്ലേലൂയ. ആ വചനത്തിനകത്ത് പറയുന്നത് ഇരുട്ടത്ത് നടക്കുന്നവരായിട്ടല്ല, വെളിച്ചത്ത് നടക്കുവാൻ. ഹല്ലേലൂയ. നമ്മൾ മദ്യപാനത്തിനും ഹല്ലേലൂയ നമ്മുടെ ആക്ടിവിറ്റീസ് ഇരുട്ടത്ത് എന്തൊക്കെ പ്രവൃത്തി നടക്കുന്നോ അതൊക്കെ ചെയ്യുവാൻ വേണ്ടി ഹല്ലേലൂയ വെളിച്ചത്ത് നടക്കുന്ന വിശുദ്ധന്മാരല്ല ദൈവമക്കൾ. ഹല്ലേലൂയ. വിശുദ്ധിയോടെ വേർപാടോടെ ദൈവസന്നിധിയിൽ നിൽക്കേണ്ടതിന് ദൈവം വിളിക്കപ്പെട്ട കൂട്ടമാണ് ഹല്ലേലൂയ ദൈവമക്കൾ. ഹല്ലേലൂയ. ആ വാക്യം വായിച്ചുകൊണ്ട് അടുത്ത ഒരു ഭാഗത്തേക്ക് കടക്കുക. അസൂയ പോലെ തന്നെ ഒരു സംഗതിയാണ് ഈർഷ്യ. ഹല്ലേലൂയ. ഈർഷ്യ തോന്നുന്നു, എന്തോ ഒരു വെറുപ്പ് തോന്നുന്നു. ഇതിനകത്തുകൂടെ എന്ത് വെളിപ്പെടുന്നു? ഭിന്നതയുടെ ആത്മാവ് പുറത്തോട്ട് വരും. ഹല്ലേലൂയ. ഈ ഭിന്നതയുടെ ആത്മാവിന് അതിൻ്റെതായ ഒരു സഹായമില്ലാതെ അല്ലെങ്കിൽ ഒരു സപ്പോർട്ട് ഇല്ലാതെ ഇതിന് വെളിപ്പെടാൻ പറ്റത്തില്ല. ഒന്നിന് അസൂയ വേണം, പിന്നെ ഇതിന് എന്ത് വേണം? ഈർഷ്യ വേണം, പിന്നെന്ത് വേണം? ഇതിന് ശുഷ്കാന്തി വേണം. അതായത് ഇങ്ങനെയുള്ള ചില പ്രോഡക്റ്റുകൾ കൂടെ ഉണ്ടെങ്കിൽ ഇതിനെ ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതായത് ഇന്ന് പകൽക്കാലം നമ്മൾ അവസാന ഭാഗത്തേക്ക് കടന്നു വരിക. ഈർഷ്യ. അതായത് 1 കൊരിന്ത്യർ 3-ാം അധ്യായം 3-ാം വാക്യത്തിൽ ഹല്ലേലൂയ ജഡീകന്മാരുടെ ഇടയിൽ ഭിന്നത കാണുവാനിടയായി തീരുന്നു, ഈർഷ്യ വെളിപ്പെടുവാനിടയായി തീരുന്നു. നിങ്ങളുടെ ഇടയിൽ എവിടെയിരിക്കുന്ന ആത്മാവിൽ ആരാധിക്കുന്ന ദൈവസഭയ്ക്കകത്ത് ആത്മാവിൽ ദൈവത്തെ സ്തുതിക്കുന്ന കൂട്ടത്തിനകത്ത് ആളുകൾ എന്തിരിക്കുന്നു? ഈർഷ്യയിരിക്കുന്നു. നിങ്ങൾ ജഡീകന്മാരാണ്. നിങ്ങൾ ശേഷം മനുഷ്യരെ പോലെ തന്നെയാണ്. നീ പക്ഷം പിടിക്കുന്നവനാ. ഭിന്നതയ്ക്കകത്ത് നീ പക്ഷം പിടിക്കുന്നവനാ. നിങ്ങൾ സാധാരണ മനുഷ്യരുമായിട്ട് എന്ത് വ്യത്യാസമുണ്ട്? ഇന്ന് പകൽക്കാലം ഓൺലൈനിലൂടെ ഞങ്ങൾ ശ്രമിക്കുന്ന ദൈവമക്കളോട് ദൈവത്തിന്റെ ആത്മാവിന് പറയുവാനുള്ളത് അല്ലെങ്കിൽ നിങ്ങൾ സാധാരണ മനുഷ്യരെ പോലെ നടക്കുവാനും സാധാരണ മനുഷ്യരെ പോലെ ഇരുട്ടത്ത് ചെയ്യുന്നത് അല്ലെങ്കിൽ നീ വെളിച്ചത്ത് ചെയ്യുവാനും ആഗ്രഹിച്ച് ആരും കാണാതെ പോയി സ്നാനപ്പെട്ട് രക്ഷിക്കപ്പെട്ട് നീ നിന്റെ ദേശത്ത് നിൽക്കാതെ നീ അല്ലെങ്കിൽ 30, 40, 50 കിലോമീറ്റർ മാറിപ്പോയി പാത്തു ഒളിച്ചും പോയി ദൈവത്തെ ആരാധിച്ച് നിന്റെ ദേശത്ത് നീ വന്ന് ജഡത്തിനകത്ത് ജീവിക്കുവാൻ വേണ്ടിയാണോ നീ ദൈവത്തെ? നീ ആരെയാ പറ്റിക്കുന്നത്? ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ ആത്മാവിൽ നീ ആരെയാ പറ്റിക്കുന്നേ?
ദൈവം ഹൃദയങ്ങളെ ശോധന ചെയ്യുന്ന ദൈവമാണ്. ഹല്ലേലൂയ. 2 കൊരിന്ത്യർ 12:20 എന്താ പറയുന്നത് നോക്കി. ഞാൻ വരുമ്പോൾ ഞാൻ ഇച്ഛിക്കാത്ത വിധത്തിൽ നിങ്ങളെ കാണുകയും നിങ്ങൾ ഇച്ഛിക്കാത്ത വിധത്തിൽ എന്നെ കാണുകയും ചെയ്യുമോ. അവിടെ നമ്മൾ കാണുന്നു പൗലോസ് പറയുന്ന കാര്യം. ഞാനൊരു സഭ പണിത് ഞാനിപ്പോൾ നിങ്ങളില്ല, ഞാൻ വേറൊരു ദേശത്ത് ദൈവവേലയിലായിരിക്കുക, എന്നാലും എന്റെ മക്കളെ കാണുവാൻ ഞാൻ ഓടി വരുമ്പോൾ നിങ്ങളുടെ ഇടയിൽ ഈ ഈർഷ്യ എവിടുന്നു? ഹല്ലേലൂയ. ഈ സ്പ്ലിറ്റിംഗ് സ്പിരിറ്റിന്റെ പ്രോഡക്റ്റ് ആയ ഈർഷ്യ എവിടെയാണ്? നിങ്ങളിൽ കയറിയ. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ ആത്മാവ് ഈർഷ്യയെ മാറ്റുവാൻ ഹല്ലേലൂയ ഓർമ്മപ്പെടുത്തുകയാണ്. യാക്കോബ് 3:13 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ വായിച്ചാൽ യാക്കോബ് നിങ്ങളിൽ ജ്ഞാനിയും വിവേകിയുമായവനാണ്. അവൻ ജ്ഞാനലക്ഷണമായ സൗന്ദര്യോടെ നല്ല നടപ്പിൽ തന്റെ പ്രവൃത്തികളെ കാണിക്കട്ടെ. എന്നാൽ നിങ്ങൾക്ക് ഹൃദയത്തിൽ കൈക്കുള്ള ഈർഷ്യയും ശാഠ്യവും ഉണ്ടെങ്കിൽ സത്യത്തിന് വിരോധമായി പ്രശംസിക്കുകയും മോഷ്ട് പറയുന്നുണ്ട്. ഇത് ഉയരത്തിൽ നിന്ന് വരുന്ന ജ്ഞാനമല്ല, ഭൗമികവും പ്രാകൃതവും പൈശാചികവുമായിരുന്നു. ഈ പ്രവർത്തിക്കുന്ന പ്രവൃത്തി ഉയരത്തിൽ നിന്നുള്ളതല്ല, ഇത് ഭൗമികവും പൈശാചികവുമായിട്ടുള്ള പ്രവൃത്തിയാണ്. നിങ്ങളുടെ ഇടയിൽ ഈർഷ്യയും പ്രശ്നങ്ങളും ഉണ്ടെങ്കിൽ ഹല്ലേലൂയ. ഇവിടെ ദൈവത്തിന്റെ ആത്മാവ് പറയുന്നുണ്ട്. അദ്ദേഹം മെയിനായിട്ട് ആ വാക്യത്തിനകത്ത് പറയുന്ന കാര്യം സത്യത്തിന് വിരോധമായി നിൽക്കുവാനിടയായി ചെയ്യും. സത്യമാണ് എതിർപക്ഷത്ത് നടക്കുന്നതെന്ന് അറിയാമെങ്കിലും അതിന് വിരോധമായ ഒരു കൂട്ടം കൂടി നിൽക്കും. ഹല്ലേലൂയ. ഇനി ഈ സത്യത്തിന് വിരോധമായി എന്ത് ചെയ്യും? പോസ്റ്റ് പറയും. അത് സത്യമാണെന്നറിയാം, ബ്രദർ ചെയ്ത കാര്യം സത്യമാണെന്നറിയാം, അത് അവൻ കണ്ടതാ. അവനോട് ചോദിക്കും, കണ്ടോ ചോദിക്കുമ്പോൾ കണ്ടില്ലെന്ന് പറയും, അറിയാവുന്ന ചോദിക്കുമ്പോൾ അറിയത്തില്ലെന്ന് പറയും. ഈ സ്പിരിറ്റ്, ഈർഷ്യയുടെ സ്പിരിറ്റിന്റെ നെക്സ്റ്റ് ലെവലാണ് പോസ്റ്റ് പറയുക, ദൈവത്തെ തള്ളി പറയുക. ഹല്ലേലൂയ. ദൈവ ശബ്ദം ഹല്ലേലൂയ പൂർണ്ണമായി ഹൃദയത്തിനകത്തേക്ക് അത് ഇംപ്ലിമെന്റ് ചെയ്യുവാൻ, അതിനെ ഹൃദയത്തിനകത്തേക്ക് പേസ്റ്റ് ചെയ്യുവാൻ, അതിനെ ഒട്ടിച്ച് ഹൃദയ പലകമേൽ എഴുതുവാൻ കഴിയാത്ത തലത്തിൽ എന്ത് ചെയ്യും? ഈ സ്പിരിറ്റ് വർക്ക് ചെയ്യും. ഹല്ലേലൂയ. ഒന്ന് വായിച്ച വാക്യം. സത്യത്തിന് വിരോധമായി പ്രശംസിക്കുകയും മോഷ്ട് പറയുന്നത് ഇത് ഉയരത്തിൽ നിന്ന് വരുന്ന ജ്ഞാനമല്ല, ഭൗമികവും പ്രാകൃതവും പൈശാചികവുമായതല്ല. ഈർഷ്യവും ശാഠ്യവും ഉള്ളിടത്ത് കലക്കവും സകല ദുഷ്പ്രവൃത്തിയുമുണ്ട്. ആമേൻ. ഈ കലക്കത്തിന്റെ സ്പിരിറ്റ്, ഈ ദുഷ്പ്രവൃത്തിയുടെ സ്പിരിറ്റ്, മണിപ്പൂരിൽ നടക്കുന്ന ഈ കലക്കവും ഈ ദുഷ്പ്രവൃത്തി, മനുഷ്യന് ചിന്തിക്കുവാൻ കഴിയാത്ത കാര്യങ്ങൾ നടക്കുമ്പോൾ ചിന്തിക്കണം, ഈ സ്പിരിറ്റിന്റെ മൂർധന്യ അവസ്ഥയാണ് അവിടെ കാണുന്നത്. അല്ലെങ്കിൽ അവിടെ നിന്നും തന്റെ ജനത്തെ വിടുവിക്കേണ്ടതിന് സ്വർഗത്തിൽ നിന്ന് ദൈവം തന്റെ സിംഹാസനത്തിൽ നിന്ന് എഴുന്നേൽക്കേണ്ടത് ആവശ്യമാണ്. ഹല്ലേലൂയ. കണ്ണുകളെ അടച്ചോട്ടെ. ഹല്ലേലൂയ. നാം കേൾക്കപ്പെട്ട ദൈവവചനത്തിനകത്ത് ഹല്ലേലൂയ ഹല്ലേലൂയ ഗലാത്യലേഖനം 5-ാം അധ്യായത്തിന്റെ 20-ാം വാക്യത്തിൽ കാണുകയാണ്, ജഡത്തിന്റെ പ്രവർത്തികൾ ചെയ്യുന്നവർ, ഈ വക പ്രവർത്തിക്കുന്നവരാരും സ്വർഗരാജ്യം അവകാശമാക്കുകയില്ല. ജഡത്തിന്റെ ഈ പ്രവർത്തികളിൽ ഏതെങ്കിലും ഒന്ന് ഇന്ന് പകൽക്കാലം നിന്റെ അകത്തുണ്ടോ, നിന്റെ ഇംപ്ലിമെന്റ് ചെയ്യുന്നുണ്ടോ, അതിനെ നീ വളർത്തുവാൻ ആഗ്രഹിക്കുന്നുണ്ടോ? ഹല്ലേലൂയ. ദൈവത്തിന്റെ ആത്മാവ് നിന്നോട് പറയുന്നത് എന്താണെന്നറിയാമോ? നിന്നെ അതിനുവേണ്ടി വിളിച്ചു വേർതിരിച്ചതല്ല. ഹല്ലേലൂയ. ഒരു പക്ഷേ ശൗല് ഹല്ലേലൂയ സഭയെ മുടിക്കുവാൻ നോക്കിയവനായിരിക്കാം. അവന്റെ ശുഷ്കാന്തി നിമിത്തം ഹല്ലേലൂയ സഭയെ ദൈവദാസന്മാരെ തടവിലാക്കുവാൻ ഹല്ലേലൂയ മുദ്ര വാങ്ങിയ പത്രവുമായി പോയവനായിരുന്നു. എന്നാൽ ദൈവത്തിന്റെ ആത്മാവ് അവനെ തൊടുവാനിടയായി ചൊല്ലുന്നു. അവന്റെ ജഡത്തിന്റെ പ്രൗഢി അവൻ മാറ്റിവെച്ചു, അവന്റെ ജഡത്തിന്റെ അവന്റെ സ്റ്റാറ്റസ് മാറ്റിവെച്ചു, അവന്റെ വിദ്യാഭ്യാസം മാറ്റിവെച്ചു, അവന്റെ സാമ്പത്തികം മാറ്റിവെച്ചു, സകലവും ചപ്പും ചവറും എന്ന് എണ്ണിക്കൊണ്ട് അവൻ ദൈവത്തിന് വേണ്ടി ഓടുവാനിടയായി ചൊല്ലുന്നു. ഇന്ന് പകൽക്കാലം നിന്റെ മേലുള്ള ദൈവിക വിളി എന്താണ്? ഈ സ്പിരിറ്റിനെ തിരിച്ചറിയുവാൻ നിനക്ക് കഴിയുന്നില്ലെങ്കിൽ നിന്റെ കുടുംബത്തിനകത്ത്, നിന്റെ സഭയ്ക്കകത്ത്, നിന്റെ ദേശത്ത്, നിന്റെ രാജ്യത്ത് ഇത് വളരുവാനിടയായി ചെയ്യും. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന പ്രിയതയോടെ അല്ലെങ്കിൽ ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ ആത്മാവോ അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിനകത്തു നിന്നോ, നമ്മുടെ സഭയ്ക്കകത്തു നിന്നോ, നമ്മുടെ ദേശത്തു നിന്നോ, നമ്മുടെ രാജ്യത്തു നിന്നോ ഈ സ്പിരിറ്റിനെ ഓടിക്കുവാൻ തക്കവണ്ണം അല്ലെങ്കിൽ അതോറിറ്റി നൽകുവാൻ തക്കവണ്ണം ദൈവത്തിന്റെ ആത്മാവ് ആഗ്രഹിക്കുകയാണ്.
പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് പകൽക്കാലം പിതാവിന്റെ പുത്രനെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥന ഉത്തരമരുളുന്ന ദൈവം സ്വർഗ്ഗത്തിൽ നിന്ന് നമുക്ക് ഉത്തരമരുളുവാനിടയായി തീരട്ടെ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ സകല സ്പ്ലിറ്റിംഗ് സ്പിരിറ്റും I command in the name of Jesus Christ, യേശു കർത്താവിന്റെ നാമത്തിൽ അതിനെ കൽപ്പിക്കുകയാണ്. കുടുംബത്തിൽ നിന്നോ സഭയിൽ നിന്നോ ഞങ്ങളെ ഓൺലൈനിൽ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തികളിൽ നിന്നോ അല്ലെങ്കിൽ രാജ്യത്തിൽ നിന്നോ യേശുവിന്റെ നാമത്തിൽ പുറത്തു പോകട്ടെ. യേശുവിന്റെ നാമത്തിൽ ജനം വിടുതൽ പ്രാപിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ ജനം വിടുതൽ അനുഭവിക്കട്ടെ. ഇന്ന് പകൽക്കാലം കർത്താവ് ഞങ്ങളെ അനുഗ്രഹിച്ചതിനായി സ്തോത്രം കർത്താവ്. ഇന്ന് പകൽക്കാലം അനുഗ്രഹിക്കപ്പെട്ട വചനങ്ങളെ നൽകിയതിനായി സ്തോത്രം കർത്താവ്. വചനത്തിന്റെ ആടുകളെ ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തന്നതിനായി സ്തോത്രം കർത്താവ്. പൈശാചികന്റെ സകല തന്ത്രങ്ങളും കർത്താവ് ഞങ്ങളുടെ ആളുകളെ സഭയിൽ വെളിപ്പെടുത്തിയതിനായി ജനത്തോട് വിളിച്ചു പറഞ്ഞതിനായി പരിശുദ്ധ ആത്മാവിനെ സ്തുതിക്കുകയാണ്. ആദ്യയുടെ അവസാന ദൈവിക സാന്നിധ്യത്തിൽ കർത്താവ് നിർത്തിയതിനായി സ്തോത്രം കർത്താവേ. ഹല്ലേലൂയ. നിങ്ങൾ പ്രാർത്ഥിക്കുവാൻ കടപ്പെട്ട സകല വിഷയങ്ങളെ യേശു കർത്താവിന്റെ നാമത്തിൽ കർത്താവേ ഞങ്ങളുടെ സന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സ്തോത്രത്തോടെ ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നു. കർത്താവ് പ്രാർത്ഥന കേട്ട് ഞങ്ങൾക്ക് ഉത്തരം വരണമേ എന്ന് കർത്താവേ ഞങ്ങൾ അപേക്ഷിക്കുകയാണ്. ഹല്ലേലൂയ. ദൈവമേ, കടന്നു വന്ന ജനത്തെ അങ്ങ് അനുഗ്രഹിക്കണമേ കർത്താവേ. ഏത് സമയത്തും ഏത് രാജ്യത്തിരുന്നും കർത്താവേ ഈ മെസ്സേജ് കേൾക്കുന്നവരെ ഒരുമിച്ച് ഞങ്ങൾക്ക് തന്ന കൂട്ടായ്മയ്ക്കായി സ്തോത്രം. അവർ ഏത് കാലത്ത് ഏത് സമയത്ത് ഇത് കേൾക്കുന്നു അവരുടെ ജീവിതത്തിൽ ഇത് വിടുതലായി വ്യാപരിക്കേണ്ടതിന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ സ്പിരിറ്റിനെ തിരിച്ചറിഞ്ഞുകൊണ്ട് അതിന്മേൽ ജയമെടുക്കുവാൻ തക്കവണ്ണം അവരെ ദൈവം ഇടയാക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു കർത്താവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും യേശുവിന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും സഹവാസവും നാം പ്രാർത്ഥിക്കപ്പെട്ട സകല വിഷയങ്ങളും പേരും ഇന്ന് മുതൽ എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. നമുക്ക് ചെയ്യുന്ന ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവായ യേശുവേ, വേഗം വരണമേ.